മുഖ്തസർ 320 പേജ് 484. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഇലാഹിൽ മആനി വനവ്വറ ഖുലൂബനാ ബിലവാമിഇത് തിബയാനി മിൻ മത്താലിഇൽ മസാനി വനുസല്ലി അലാ നബിയിക മുഹമ്മദിനിൽ മുഅയ്യദി ദലായിലു ഇജാസിഹി ബിഅസ്റാറിൽ ബലാഗ وعلى آله وأصحابه المحدثين قصبات السبق في مضمار الفصاحة والبراعة ومنه تجاهل العارف وهو كما سماه السكاكي سوق المعلوم مساق غيره لنكتة ومنه أي من المعنوي معنوي محسنات البتدان تجاهل العارف عارف ജഹില് നടിക്കൽ, അറിവില്ലാത്തവനായിട്ട് നടിക്കൽ, അറിവുള്ളവൻ അറിവില്ലാത്തവനായിട്ട് നടിക്കൽ. വഹുവ തജാഹുലുൽ ആരിഫ് കമാ സമ്മാഹു അസ്സക്കാക്കിയോ. സക്കാക്കിയ ഇമാമ് ഈ തജാഹുലുൽ ആരിഫിന് പേര് പറഞ്ഞതുപോലെ, അതായത് സക്കാക്കി ഇമാം ഈ തജാഹുലുൽ ആരിഫ് എന്നല്ല പറഞ്ഞത്. അപ്പൊ തജാഹുലുൽ ആരിഫ് എന്ന് പറഞ്ഞാൽ കമാ സമ്മാഹു സക്കാക്കിയു, സക്കാക്കി ഇമാം അതിന് പേര് പറഞ്ഞതുപോലെ, അതിന് തഫ്സീർ പറഞ്ഞതുപോലെ, അതിന് തഅരീഫ് പറഞ്ഞതുപോലെ സൗഖുൽ മഅലൂമി മസാഖ ഗൈരിഹി എന്നതാണ്. മഅലൂം അറിയപ്പെട്ടൊരു കാര്യത്തെ കൊണ്ടുവരലാണ് മസാഖ ഗൈരിഹി. ആ മഅലൂമ് അല്ലാത്തതിൻ്റെ ശൈലിയിൽ കൊണ്ടുവരിക, അല്ലാത്തതിനെ കൊണ്ടുവരുന്ന സ്ഥാനത്ത് കൊണ്ടുവരിക. മഅലൂമിൻ്റെ ഗൈറെന്താണ്? മജ്ഹൂലാണ്. അപ്പോൾ മജ്ഹൂലിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരിക, അതാണ് മജ്ഹൂലിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരൽ. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ലിനുക്തത്തിൻ, ചില ഫായിദകൾക്ക് വേണ്ടി. വഖാല, സക്കാക്ക് പറഞ്ഞു, ലാ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, തസ്മിയത്തുഹു, ഈ സൗഖുൽ മഅലൂമ് മസാഖ ഗൈരിഹി എന്നതിന് പേരിടലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ബിത്തജാഹുലി, തജാഹുലുൽ ആരിഫ് കൊണ്ട് പേരിടലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. തജാഹുലുൽ ആരിഫിന്റെ മുസമ്മ ഏതാണ്? സൗഖുൽ മഅലൂമി മസാഖ ഗൈരിഹി ആണ് അതിന്റെ മുസമ്മ. ഈ മഅലൂമിനെ മഅലൂമ് അല്ലാത്തതിന്റെ സ്ഥാനത്ത് കൊണ്ടുവരലാണ് ഈ തജാഹുലുൽ ആരിഫ്. അപ്പൊ ഈ സൗഖുൽ മഅലൂമ് മസാഖ ഗൈരിഹി എന്നതിന് പേര് ഇടലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല തജാഹുലുൽ ആരിഫ് കൊണ്ട്. കാരണം ലിവുറൂദിഹി, ഈ സൗഖുൽ മഅലൂമ് മസാഖ ഗൈരിഹി വന്നതിന് വേണ്ടി ഫീ കലാമില്ലാഹി തആല, അല്ലാഹു തആലാന്റെ കലാമിൽ വന്നിട്ടുണ്ട്. എവിടെയാണ് അല്ലാഹു തആലാന്റെ കലാമിൽ വന്നത്? റസൂഖ് 4:403 ലി ഉറൂദിഹി ഖൗലുഹു ലി ഉറൂദിഹി ഫീ കലാമില്ലാഹി ഐ കമാ ഫീ ഖൗലിഹി തആല വമാ തിൽക ബിയമീനിക യാ മൂസ. മൂസാ നബിന്റെ വലതു കൈയിൽ എന്താണ് മൂസ? അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടല്ലല്ലോ. അപ്പൊ അറിയാത്തതുപോലെ അവിടെ എന്തായി? അല്ലാഹു തആല പ്രയോഗിച്ചു. അപ്പൊ അള്ളാഹിന്റെ കലാമിൽ ഇത് സംഭവിച്ചതുകൊണ്ട് തജാഹുലുൽ ആരിഫ് എന്ന് പറയൽ സൂഉല്ലദബാണെന്നാണ് പറയുന്നത്. അതാണ് റസൂഖിൽ പറഞ്ഞത് കേട്ടോ. ഐവ തസ്മിയത്തുൽ കലാമി അൽ മൻസൂബി ലില്ലാഹി, അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട വമാ തിൽക ബിയമീനിക യാ മൂസ എന്നതിന് പേര് പറയൽ ബിതജാഹുലിൽ ആരിഫി, തജാഹുലുൽ ആരിഫ് കൊണ്ട് പേര് പറയൽ ഫീഹി ഇസാഅത്തു അദബിൻ ഖിലാഫി തസ്മിയത്തി ബി സൗഖി മഅലൂമിൻ മസാഖ ഗൈരി. അങ്ങനെ പേര് വരുന്നതിൽ എന്തില്ല? സൂഉൽ അദബില്ല കേട്ടോ. ഫഇന്നഹു അഖ്റബു ഇലൽ അദബി മിനൽ അവ്വലി വഇൻ കാനൽ ഖൈറു ഫീഹാ ഇബാറത്തുൻ അനിൽ മജ്ഹൂലി. ഗൈറിന്റെ സ്ഥാനത്ത് കൊണ്ടുവരുമ്പോൾ അത് മജ്ഹൂലിനെ തൊട്ട് പറയപ്പെടലാണ്. മജ്ഹൂലിന്റെ ഇബാറത്ത് അവിടെ ഉണ്ട്. വമാ തിൽക ബിയമീനിക യാ മൂസ എന്നുള്ളോടത്തൊരു ഒരു ജഹ്ല് നടിക്കൽ അവിടെ ഉണ്ടെങ്കിലും അവിടെ അള്ളാഹുവിന്റെ കലാമിനെ അപേക്ഷിച്ച് തജാഹുലുൽ ആരിഫ് എന്ന് പറയൽ സൂഉൽ അദബാണ്. അതുകൊണ്ടാണ് സക്കാക്കി അങ്ങനെ പേരിട്ടിട്ടില്ല. സക്കാക്കി ഈ സൗഖുൽ മഅലൂമ് മസാഖ ഗൈരിഹി എന്നാണ് പേരിട്ടത്.
അപ്പൊ സക്കാത്തിന്റെ അടുക്കൽ എങ്ങനെയാണ് ഓ മിൻഹു മഅനവിയ മുഹ്സിനാത്തിൽപ്പെട്ടതാണ് സൗക്കുൽ മഅലൂമി മസാഖൈരിഹി എന്നാണ് സക്കാക്ക് ഇമാം ഇബാറത്തിട്ടുള്ളത്. ഏതായാലും അത് ഏതുപോലൊക്കെ തൗബീഹി ആ ഫായിദ ഏതുപോലെ നുക്തത്തി എന്ന് പറഞ്ഞല്ലോ, ആ ഫായിദക്ക തൗബീഹ് പോലെ ഫി ഖൗലിൽ ഖാരിജിയ്യത്തി, ഖാരിജിയ്യത്ത് എന്ന പെണ്ണിന്റെ കൗലില് അത് ലൈല ബിന്ത് ത്വരീഫ് എന്നാ. അപ്പോ ലൈല ബിന്ത് ത്വരീഫ് ആ സ്ത്രീ അവളുടെ സഹോദരനെ പറ്റി എന്താണ് ഒരു മർസിയത്ത് ചൊല്ലിയതാണ്. എന്താണ്? അയാ ശജറൽ ഖാബൂരി മാലക മൂരിക കഅന്നക ലം തജ്സഅ അലബിനി ത്വരീഫി. അപ്പൊ ലൈല ബിന്ത് ത്വരീഫ് അതാണ് ഈ ഖാരിജിയത്ത്. അവള് ചൊല്ലിയതാണ് എന്ത്? അയാ ശജറൽ ഖാബൂരി മാലക മൂരിക കഅന്നക ലം തജ്സഅ അലബിനി ത്വരീഫി. അല്ലാ, അയാ ശജറൽ ഖാബൂരി, ഖാബൂർ വൃക്ഷമേ എന്നാണ്. ഖാബൂർ വൃക്ഷം അതൊരു വൃക്ഷത്തിന്റെ പേരാണ്. ഈ ഖാബൂർ എന്ന് പറഞ്ഞാല് വഹുവ നഹ്റും മിൻ ദിയാരി ബക്രിന്ന, ബക്രിന്റെ വീടിന്റെ സമീപത്തുള്ള ഒരു നദിയാണ് ഖാബൂർ. ആ നദിയുടെ രണ്ട് ഭാഗങ്ങളിലും മരങ്ങൾ മുളച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ചില മരത്തിന്റെ പേരാണ് ഖാബൂർ മരം. ഏത്? ബക്കറിന്റെ വീടിന്റെ സമീപത്തുള്ള ഒരു നദിക്കാണ് ഖാബൂർ എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത്. ആ നദിയുടെ രണ്ട് സൈഡുകളിലും മരങ്ങൾ ഉണ്ട്. അത് ചില മരങ്ങൾക്ക് ഈ പുഴയുടെ പേര് ചേർത്തി ഷജറുൽ ഖാബൂർ എന്ന് പറയാറുണ്ട്. അപ്പൊ അയാ ഷജറുൽ ഖാബൂരി, ഖാബൂർ വൃക്ഷമേ, മാലക്ക നിനക്കെന്താടാ? ഒരു തൗബീഹ് വേണം. നിനക്കെന്താടാ? മൂരിക്കൻ, നീ തന്നെ ഇലകളെ കൊണ്ട് പ്രസന്നമായ നിലയിൽ നിനക്കെന്താണ്? ഐ നാളിറൻ, പ്രസന്നമായ നിലയിൽ. മിൻ ഔറക്ക എന്നതിൽ നിന്നാണ് മൂരിക്കൻ. ഔറക്ക യൂരിക്കു, ഈറാക്ക് ഫൗവ മൂരിക്ക്. എപ്പോഴാണ് ഔറക്ക എന്ന് പറയല്? ഇതാ സാറ മിൻ ഔറക്ക ഷജറൂന്ന് കൂട്ടിക്കൊടുക്കണം അവിടെ, ഇതിലില്ലെങ്കിലും. മിൻ ഔറക്ക, ഔറക്കയിൽ നിന്ന് പിടിച്ചതാണ് മൂരിക്കൻ. എപ്പോഴാണ്? ഇതാ സാറ ദാ വറക്കിൻ, മരം ഇല ഉടയതായാൽ. അപ്പൊ സൈറൂറത്തിന്റെ അലിഫ് എന്ന് പറയും. ഈ ഔറക്കല്ല ഹംസക്ക് സൈറൂറത്തിന്റെ ഹംസ എന്നാ പറയല്. ഇതാ സാറ ദാ വറക്കിൻ, വൃക്ഷം ഇല ഉടയതായാൽ. അപ്പൊ മൂരിക്കെന്ന് പറഞ്ഞാൽ നീ തന്നെ ഇലകളെ കൊണ്ട് പ്രസന്നമായ നിലയിൽ. ശാരദാവറക്കിൻ, മരം ഇല ഉടയതായി എന്ന് പറഞ്ഞാൽ ഇലകളെ കൊണ്ട് അതിങ്ങനെ തളിർക്കുമ്പോഴാണ് അത് പറയല്. ഇലകളെ കൊണ്ട് ഒരു പ്രസന്നത കിട്ടുമ്പോഴാണ് ശാരദാവറക്കിൻ. അപ്പൊ നാളിറ, നീ തന്നെ ഇലകളെ കൊണ്ട് പ്രസന്നമായ നിലയിൽ നിനക്കെന്ത് പറ്റിയടാ? കഅന്നക, നീ ആകുന്നത് ലം തജ്സഅ, നീ ദുഃഖം പ്രകടിപ്പിക്കാത്തതുപോലെ, അലബിന് ത്വരീഫി, എന്റെ സഹോദരനായ ത്വരീഫിന്റെ മകന്റെ മേലില്. അപ്പൊ ഖാരിജിയത്ത് ത്വരീഫിന്റെ മകളാണ്. ഇബ്നു ത്വരീഫ് അവളുടെ സഹോദരനാണ് കേട്ടോ. പിന്നെ അതാണ് ഇപ്പോ ഒരു തോബിഹാണ്. നീ എന്തുകൊണ്ട് ദുഃഖം പ്രകടിപ്പിച്ചില്ല? നീ എന്തുകൊണ്ട് ദുഃഖം പ്രകടിപ്പിച്ചില്ല എന്നൊരു ഭയപ്പെടുത്തുന്നത് പോലെ.
അപ്പോൾ ഇവിടെ എന്താണ് ഇപ്പൊ ഉള്ളത്? ഇവിടെ ഇപ്പൊ തജാഹുലുൽ ആരിഫ് എന്താണ്? മോരിക്കെന്ന് പറഞ്ഞാൽ കേട്ടോ, അയ്യു ഷൈഇൻ സബത്തലക്ക ഫീ ഹാലി കൗനിക മോരിക്കൻ. നീ ഈ ഇലകളെ കൊണ്ട് പ്രസന്നമായ നിലയിൽ നിനക്കെന്ത് പറ്റി? നീ എന്ത് ചെയ്തില്ല? എൻ്റെ സഹോദരനായ ഇബ്നു ത്വരീഫിന്റെ മേൽ ദുഃഖം പ്രകടിപ്പിച്ചില്ലല്ലോ, അത് ശരിയല്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? അവൾക്കറിയാം മരം എന്നുള്ളത് ദുഃഖം പ്രകടിപ്പിക്കുന്ന സാധനമല്ലാന്ന്. അപ്പോൾ ഒരു തജാഹുലുൽ ആരിഫ് ഉണ്ടായല്ലോ. കാരണം ദുഃഖം പ്രകടിപ്പിക്കൽ ഒരു ആക്കിലിൽ നിന്നുണ്ടാവൂല, അത് ആക്കിലിൽ നിന്നേ ഉണ്ടാവുള്ളൂ. ദുഃഖം പ്രകടിപ്പിക്കൽ ഒരു ആക്കിലിൽ നിന്നേ ഉണ്ടാവുള്ളൂ. മരം ആക്കിലല്ലല്ലോ, ജിസ്മുനാമിയാണ്. അപ്പോ അവൾ എന്താണ്, ഒരു വിവരമില്ലാത്തവളായിട്ട് അവിടെ നടിച്ചു. എന്നിട്ട് അവൾ എന്ത് വെളിവാക്കി? ഈ മരം ഒരു അക്കല് ഉടയതിൽപ്പെട്ടതാണെന്ന് അത് ധരിച്ചിട്ട് പൊറുതികേട് കാണിക്കാത്തത് എന്താണെന്ന് ചോദിച്ചു. അവിടെ തജാഹുലുൽ ആരിഫ് അവിടെ ഉണ്ട്. അപ്പോൾ ഒരു തൗബീഖാണ് അവിടെ ഫായിദ. ഇനി വൽ മുബാലഗത്ത് ഫിൽ മദ്ഹി, മദ്ഹിലുള്ള മുബാലഗത്ത് പോലെയും അതൊരു മറ്റൊരു ഫായിദയാണ്. കൗലിഹി, ഷായറിന്റെ കൗല് പോലെ. എന്താണ്? അലം ഉബർകിൻ ശറ അം ലൗ മിസ്ബാഹി അമിബിത്തിസാമത്തുഹാ ബിൽ മൻദരില്ലാഹി. അലം ഉബർകിൻ ശറ അം ലൗ മിസ്ബാഹി അമിബിത്തിസാമത്തുഹാ ബിൽ മൻദരില്ലാഹി. അലം ഉബർകിൻ ശറ കേട്ടോ, അത് ആ രാത്രി വെളിവായത്. അലം ഉബർക്കിൻ, മിന്നലിന്റെ പ്രകാശമാണോ? എങ്ങനത്തെ മിന്നലിന്റെ പ്രകാശം? സറ. ഈ സറ എന്നുള്ളത് ബർക്കനിക്ക് സിഫത്താണ്. അപ്പൊ എങ്ങനത്തെ മിന്നല്? സറ എന്ന് പറഞ്ഞാൽ ഐ ലഹറ ബില്ലൈലീന, ആ രാത്രിയിൽ പ്രത്യക്ഷമായത്. രാത്രിയിൽ സറ ഐ ലഹറ ബില്ലൈലി, രാത്രിയിൽ പ്രത്യക്ഷമായത് മിന്നലിന്റെ പ്രകാശമാണോ? അം ലൗ മിസ്ബാഹി, അതോ ഒരു വിളക്കിന്റെ പ്രകാശമാണോ? അമിബിത്തിസാമത്തുഹ, അതോ അവളുടെ പുഞ്ചിരിയുടെ പ്രകാശമാണോ? അമിബിത്തിസാമത്തുഹ എന്ന് പറഞ്ഞാൽ ഐ അം ലൗ അസ്നാനിഹ ഇൻദ ബിത്തിസാമിഹാന, അവള് പുഞ്ചിരിക്കുന്ന സമയത്തുള്ള അവളുടെ പല്ലുകളുടെ പ്രകാശമാണോ? അതിന് നേരർത്ഥം അമിബിത്തിസാമത്തുഹ, അവളുടെ പുഞ്ചിരിയാണോ എന്ന് ചോദിച്ചാൽ ഐ അം ലൗ അസ്നാനിഹ ഇൻദ ബിത്തിസാമിഹ, അവൾ പുഞ്ചിരിക്കുന്ന സമയത്തുള്ള അവളുടെ പല്ലുകളുടെ പ്രകാശമാണോ? അങ്ങനെ ദസൂക്കി 4/404 മായന കൊടുത്തിട്ടുള്ളത്. എവിടെയുള്ള പുഞ്ചിരി? ബിൽ മൻദരില്ലാഹി, വ്യക്തമായ മുഖത്തുള്ളതായ പുഞ്ചിരിയുടെ പ്രകാശമാണോ? മൻദർ കൊണ്ടുള്ള ഉദ്ദേശം ഇവിടെ മുഖമാണ്. ഖൗലുഹു ബിൽ മൻദരി അൽബാഉ ബിമാനാ ഫീ, മുഖത്തിൽ. വഅറാദ ബിൽ മൻദരി അൽ മഹല്ലു അല്ലദി യുൻദറു, നോക്കപ്പെടുന്ന സ്ഥലം. വഹുവൽ വജ്ഹു, അത് മുഖമാണ്. ഇവിടെ ഇപ്പൊ കണക്കുള്ളത്. ഇപ്പൊ ഇവിടെ എന്താണ് കേട്ടോ? ഷായിർ എന്താണ്? ഷായിറിനറിയാം ഈ പ്രകാശം അവളുടെ പുഞ്ചിരിയുടെ പ്രകാശമാണ് എന്ന്. പക്ഷേ അവിടെ ഒരു തജാഹുൽ, അതെന്ത് പ്രകാശമാണെന്ന് അറിയാത്ത രൂപത്തിലാണ് സംസാരിച്ചത്. അത് അവളുടെ പുഞ്ചിരിയുടെ പ്രകാശമാണെന്ന് ഷായിറിനറിയാം. അപ്പൊ അവിടെ ഉള്ളത് അവളുടെ പുഞ്ചിരി മാത്രമാണുള്ളത്. അവിടെ ഉള്ളത് അവളുടെ പുഞ്ചിരി മാത്രമാണ്. അവൾ പുഞ്ചിരിച്ചപ്പോൾ ഒരു പ്രകാശം
അവളുടെ പല്ല് വ്യക്തമായി. അപ്പൊ പല്ലിന്റെ ആ പ്രകാശം അത് മിന്നലിന്റെ പ്രകാശമാണോ, രാത്രിയിൽ വെളിവായ മിന്നലിന്റെ പ്രകാശമാണോ, അതോ അല്ല വിളക്കിന്റെ പ്രകാശമാണോ, അതോ അവളുടെ പുഞ്ചിരിയുടെ പ്രകാശമാണോ? അവളുടെ വ്യക്തമായ മുഖത്തിലുള്ള ഒരു തജാഹുല് അവിടെ നടന്നിട്ടുണ്ട് എന്ന്. അടുത്തത് കേട്ടോ, അയ്യല്ലാഹിരി, അല്ലാഹി എന്ന് പറഞ്ഞാൽ അല്ലാഹിരി, അവിൽ മുബാലഗത്ത് ഫി ദമ്മി, അല്ലെങ്കിൽ ദമ്മിലുള്ള മുബാലഗത്ത് പോലെ. കൗലി ഷെയ്റുൻ, എന്താണ് എന്താ ഷെയ്ർ? അല്ലാഹ് വമാ അദിരി വസൗഫ ഇഖാലു അദിരി അഖൗമുൻ ആലു ഹിസ്നിൻ അം നിസാഉ. വമാ അദിരി, ഞാൻ അറിയൂല. വസൗഫ ഇഖാലു അദിരി, അതായത് ഇഖാലു സൗഫ അദിരി, ഞാൻ മനസ്സിലാക്കുന്നു. സൗഫ അദിരി, പിന്നീട് ഞാൻ അറിയും എന്ന്. ഈ സൗഫ അദിരി എന്നതിൽ കടന്നതാണ്. അത് ബെയ്റ്റിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയതാണ്. സൗഫ ഇഖാലു അദിരി എന്ന് പറഞ്ഞാൽ ഇഖാലു സൗഫ അദിരി, ഞാൻ മനസ്സിലാക്കുന്നു, പിന്നീട് ഞാൻ അറിയും. എന്താണ് ഞാൻ അറിയാത്തത്? അഖൗമുൻ ആലു ഹിസ്നിൻ അം നിസാഉ. ആലു ഹിസ്ന് കൗമാണോ, കൗമു എന്ന് പറഞ്ഞാൽ പുരുഷന്മാരാണോ എന്നർത്ഥം. ഇവിടെ അതിന്റെ ഓപ്പോസിറ്റിൽ നിസാവ് പറഞ്ഞതുകൊണ്ട് ഈ കൗമ് എന്നതിന് റിജാലിന്റെ മാന കൊടുക്കണം. അഖൗമുൻ ആലു ഹിസ്നിൻ അം നിസാഉ. ആലു ഹിസ്ന് പുരുഷന്മാരാണോ അതോ പെണ്ണുങ്ങളാണോ എന്ന് ഞാൻ അറിയൂല, പിന്നീട് ഞാൻ അറിയും. ആലു ഹിസ്ന് ആരാണെന്ന് പുരുഷന്മാരാണെന്ന് ഞാൻ അറിയും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഖൗലുഹു വസൗഫ ഇഖാലു അദിരീന, റസൂക്ക് 405 അത് മാന വ അളുന്നു, ഇഖാലുവിന്റെ മാനയാണ് വ അളുന്നു അന്നീ സ അതിരി, ഞാൻ വിചാരിക്കുന്നത് അന്നീ ഞാൻ സ അതിരി പിന്നീട് അറിയും. അത് സൗഫ, ഈ സൗഫ ഏതിൽ കിടന്നതാണ്? സൗഫ അതിരി. ഇഖാലു അല്ല, പിന്നീട് ഞാൻ ഭാവിക്കുന്നല്ല. സൗഫന്റെ മദ്ഹൂല് ഏതാണ് ഇവിടെ? അതിരിയാണ്. ഐവ അളുന്നു അന്നീ സ അതിരി വ ഇലമു ബിആലിം ഹാസിലൻ. ഇവിടെ ഇഖാലുവിന്റെ 2 മഫൂലും കളഞ്ഞു. അതേതാ? ആലിഹിസ്നാവുന്നത് കൗമാണോ പെണ്ണാണോ സ്ത്രീ വിഭാഗമാണോ എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കും. അതാണ് 2ാം മഫൂല്. ഇഖാലുവിന് 2 മഫൂലിനെ കളഞ്ഞു. ഞാൻ മുമ്പത്തെ ഖബറുമാണത്. പിന്നെ അല്ലാഹ് ഐ അളുന്നു, ഇഖാലു പറഞ്ഞാൽ ഐ അളുന്നു. വക്കസുറു ഹംസത്തിൽ മുത്തക്കല്ലിമി ഫീഹി, ഇഖാലുള്ള മുത്തക്കല്ലിമിന്റെ ഹംസക്ക് കസിർ ചെയ്യൽ. ഇഖാലു ഞാൻ മനസ്സിലാക്കും, ഐ അളുന്നു ഞാൻ മനസ്സിലാക്കും. ഉവൽ അഫ്സഹു, അതാണ് ഫസീഹായ ലോകത്ത് അവിടെ കസിർ ചെയ്യലാണ്. വ ബനു അസദ് യഖൂലൂന, അഖാലു എന്നാണ് പറയുക ബിൽ ഫത്ഹി, ഫത്ത് കൊണ്ട്. ഉവൽ ഖിയാസു, അതാണ് ഖിയാസ്. കാരണം സുലാസിയായ ഫീലിൽ കടന്ന മുളാറയത്തിന്റെ അർഫിന് മുളാറയത്തിന്റെ അർഫിൽ ഫത്ഹി ചെയ്യലാണല്ലോ. പിന്നെ അപ്പൊ ആ ഖൗമുൻ ആലു ഹിസ്നിൻ അം നിസാഉ, അതാണ് ഷാഹിദ്. അപ്പോൾ ഈ ഷായറിന് അറിയാം എന്ത്? ആലു ഹിസ്നി റിജാലാണെന്നറിയാം. പിന്നെന്താണ്? ഒരു തജാഹുലുണ്ടായി, ആണാണോ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ അറിയില്ല കേട്ടോ. പിന്നീട് അറിയുമെങ്കിലും, അതാ പറഞ്ഞത്. അല്ലോ, പിന്നെ അപ്പൊ അവിടെ ദമ്മുണ്ട്. എന്താ ഒരു ദമ്മ്? ദമ്മിൽ മുബാലകത്തുണ്ട്. അവരൊക്കെ പെണ്ണുങ്ങളെ പോലെയാണെന്നുള്ളൊരു സൂചന അവിടെയുണ്ട്. അതാണ് പറഞ്ഞത്. ഫിഹി ദലാലത്ത്, ഈ ബൈത്തിൽ അറിയിക്കലുണ്ട്. അല അന്നൽ കൗമുഹുമ റിജാലു, കൗമു എന്ന് പറഞ്ഞാൽ റിജാല് മാത്രമാണ്. അപ്പൊ റിജാലിനാണ് കൗമു എന്ന് പറയുക.
ഫിഹി ദലാലത്തുൻ ഖൗലുഹു ഫിഹി ദലാലത്തുൻ ഐ ഹൈസു കാബല ബൈനൻ നിസാഇ വൽ ഖൗമി നിസാ ഖൗമിൻ്റെ ഇടയിൽ എന്തായി നേരിടിച്ചു ഫമുആദലത്തുഹു അല്ലേ ബൈനഹും ഖൗമി നിസാഇൻ്റെ ഇടയിൽ ഫീഹി ദലാലത്തുൻ ഐസു കാബല ബൈനൻ നിസായി വൽ ഖൗമി. അപ്പോ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആലീസിൽ കൗമാണോ അതോ നിസാ ആണോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് കൗമ് എന്നുള്ളത് റിജാല് കൊണ്ട് മഖ്സൂസാണ്. മറ്റൊരായത്തിൻ്റെ ലാ യസൂറു ഖൗമും മിൻ ഖൗമിൻ, ഒരു കൗമ് മറ്റൊരു കൗമിനെ പരിഹസിക്കരുത്. അസാ യകൂനു ഖൈറൻ മിന്നും, പരിഹസിക്കുന്നവരേക്കാൾ ഖൈറായേക്കാം. അതിൻ്റെ മുക്കാബില വലാ നിസാഉം മിൻ നിസായിൻ അസാ യകുന്ന ഖൈറൻ മിന്നുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് പറഞ്ഞത് എന്ത് ഫീഹി ദലാലത്തുൻ അല അന്നൽ ഖൗമ ഹുമുർ റിജാലു ഖാസ. പിന്നെ തദല്ലുഹു പോലെ എന്താ തദല്ലുഹ്? പരിഭ്രമം, അമ്പരപ്പ്, അതാണ്. അതും ഒരു ഫായിദയാണ് ഈ തജാഹുലുൽ ആരിഫിനില്ല. ഐ വക്ക തഹയ്യുരി വ തദഹുശി, തഹയ്യുർ പോലെയും തദഹുഷ് പോലെയും അമ്പരപ്പ്, പരിഭ്രമം എന്നൊക്കെ പറയും. ഫിൽ ഹുബ്ബി, സ്നേഹത്തിലുള്ള, ഈ കൗലി ഷാറിൻ്റെ കൗലിൽ ഷെയ്റുൻ എന്താണ്, അതൊരു ഫായിദയാണ് തജാഹുലുൽ ആരിഫിന്. അപ്പം മേലത്തെ ബൈത്തിലിപ്പോൾ തജാഹുലുൽ ആരിഫ് ഉണ്ടല്ലോ. തജാഹുലുൽ ആലീസിന് കൗമാണ് ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ എന്ന്, ആണുങ്ങളാണെന്ന് അവർക്കറിയാലോ. പിന്നെ ഷാറിൻ്റെ കൗല് പോലെ ഫി കൗലി ശിറും ബില്ലാഹി യാ ലബയ തിൽകായി ഖുൽന ലനാ ലൈലായ മിൻകുന്ന അം ലൈല മിനൽ ബശരി. ബില്ലാഹി അല്ലാഹുവിനെ തന്നെയാണ്. യാ ലബയാത്തിൽ ഖാഇ, സമനിരപ്പായ സ്ഥലത്തിലുള്ള മാൻകുട്ടികളെ. എന്ന് പറഞ്ഞാൽ അൽ മുസ്തവി മിനൽ അർളി, ഭൂമിയിൽ നിന്ന് സമനിരപ്പായ സ്ഥലം എന്നാണ്. കുൽന, നിങ്ങൾ പറഞ്ഞുകൊണ്ടലന ഞങ്ങളോട്, ലൈലായ നമ്മോട് പറഞ്ഞുകൊണ്ട, ലൈലായ എൻ്റെ ലൈലയാണോ, മിൻകുന്ന നിങ്ങളിൽപ്പെട്ടതാണോ, അം ലൈല മിനൽ ബശരി, അതോ ലൈല ബഷറിൽപ്പെട്ടതാണോ മനുഷ്യരിൽപ്പെട്ടതാണെന്നും മാൻപേടകളെ നിങ്ങൾ പറഞ്ഞുകൊണ്ട. അപ്പോൾ ഇയാൾക്കറിയാലോ ലൈല മനുഷ്യരിൽപ്പെട്ടതാണെന്ന്. അപ്പോൾ ഒരു അഭിനയം നടത്തി, ലൈല മാൻപേടകളിൽപ്പെട്ടതാണോ അതോ മനുഷ്യരിൽപ്പെട്ടതാണോ എന്ന് അറിയാത്തതുപോലെ. ഒഫി ഇദാബത്ത് ലൈല, ലൈലാന് ഇദാബത്ത് ചെയ്യുന്നതിലുണ്ട് ഇലാ നഫ്സിയ, അയാളെ നഫ്സിലേക്ക്. അവലൻ, ആദ്യം ലൈലായ, വ തസ്രീഹി ബി ഇസ്മിഹ, അവളുടെ പേരുകൊണ്ട് വ്യക്തമാക്കലുമുണ്ട്. സാനിയൻ, രണ്ടാം വട്ടം അം ലൈല മിനൽ ബശരി, ഇസ്തിൽദാദുണ്ട്, രസമെടുക്കലുണ്ട്. വാദിഹി, ഇത്രയും പറഞ്ഞത് ഉന്മൂദജുൻ, ഒരു സാമ്പിൾ മാത്രമാണ്. മിൻ നുക്കത്തി തജാഹുലി, തജാഹുലിൻ്റെ ഫായിദകളിൽ നിന്നുള്ള സാമ്പിളുകൾ മാത്രമാണ്. വഹിയ, ഫായിദകൾ അക്സറു മിൻ എളുപ്പത്തുഹ, അതിനെ കലം അതിനെ കറക്റ്റാക്കി പറയുന്നതിനേക്കാൾ അക്സറാണ് എന്ന്. വമിൻഹു ഐ മിനൽ മഅനവിയ്യി, മഅനവിയായ മുഹസ്സിനാത്തിൽപ്പെട്ടതാണ് അൽ ഖൗലു ബിൽ മൂജിബ്. വഹുവ ലർബാനി, അഹദുഹുമാ, രണ്ടിൽ ഒന്നാമത്തത് അൻ യക്കാ സിഫത്തുൻ ഫി കലാമിൽ ഗൈരി, ഗൈറിൻ്റെ കലാമിൽ ഒരു സിഫത്തുണ്ടാവുക. താഴെ പറയാൻ പോകുന്ന ഉദാഹരണത്തിൽ ആ ഗൈറ് മുനാഫിക്കീങ്ങളാണ്. കിനായത്തൻ അൻ ഷൈഇൻ, ഒരു ഷൈഇനെ തൊട്ട് കിനായത്തായിട്ട്. ആ ഷൈഅ് മുനാഫിക്കീങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗവുമാണ്. അത് ഉദാഹരണത്തിൽ മനസ്സിലാവും. അപ്പോൾ ഒരു ഷൈഇനെ തൊട്ട് കിനായത്തായിട്ട് ഗൈറിൻ്റെ കലാമിൽ ഒരു സിഫത്തുണ്ടാവുക. എങ്ങനത്തെ സിഫത്താ? എങ്ങനത്തെ ഷൈഇ? ഉസിബത്ത ലഹു ഐലി ദാലിക ഷൈഇ, ആ ഷൈഇനക്ക് സുബൂത്താക്കപ്പെട്ടിട്ടുണ്ട് ഹുക്കുമൻ, ഒരു ഹുക്കുമിനെ.
അപ്പോൾ ഹുക്കുമുള്ള ഒരു ഷൈഅ്, ആ ഷൈഇനെ തൊട്ട് കിനായത്തായിട്ട് ഗൈറിന്റെ കലാമിൽ ഒരു സിഫത്തുണ്ടാവുക കേട്ടോ. ഉസ്ബിത്തലഹു അലി ദാലിക ഷൈഇ ഹുക്കുമുൻ, ആ ഷൈഇനിക്കൊരു ഹുക്കുമിനെ സുബൂത്താക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഹുക്കുമുള്ളതായ ഒരു ഷൈഅ്, ആ ഷൈഇനെ തൊട്ട് കിനായത്തായിട്ട് ഗൈറിന്റെ കലാമിൽ ഒരു സിഫത്തുണ്ടാവുക. എന്നിട്ട് ഫത്തുസ്ബിത്തുഹ, ആ സിഫത്തിനെ നീ സുബൂത്താക്കലാണ്, ഉറപ്പിക്കലാണ് ഗൈരിഹി, ആ സിഫത്ത് അല്ലാത്തതിന് ഉറപ്പിക്കുക. ആരാ സിഫത്തിനെ. ഐ ഫത്തുസ്ബിത്ത അൻത, നീ സുബൂത്താക്കലാണ് ഫീ കലാമിക്ക, നിന്റെ കലാമില് തിൽക്ക സിഫത്ത, ആ സിഫത്തിനെ. ആ സിഫത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഷൈഇനെ തൊട്ട് കിനായത്തായിട്ട് ഗൈറിന്റെ കലാമിലൊരു സിഫത്തുണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. ആ സിഫത്തിനെ നിന്റെ കലാമിൽ നീ സുബൂത്താക്കുക ലിഗൈരി ദാലിക ഷൈഅ, ആ ഷൈഅ അല്ലാത്തതിലേക്ക്. മിൻ ഗൈരി തഅർറുദിൻ ലിസുബൂതിഹി ലിഗൈരിഹി, ആ ഹുക്കുമ് ഈ ഷൈഅ അല്ലാത്തതിന് സാബിത്താവലിലേക്ക് ഇടപെടൽ കൂടാതെ, മിൻ ഗൈരി തഅർറുദിൻ ലിസുബൂതിഹി, ആ ഹുക്കുമ് സാബിത്താവലിലേക്ക് വെളിപ്പെടൽ കൂടാതെ ലിഗൈരിഹി, ആ ഷൈഅ അല്ലാത്തതിലേക്ക്. ഐ സുബൂത്തി ദാലിക്കൽ ഹുക്കുമി ലിദാലിക്കൽ ഗൈരി, ആ ഗൈറിനിക്ക് ആ ഹുക്കുമ് സാബിത്താവലിലേക്ക് വെളിപ്പെടൽ കൂടാതെ, ഔ നഫീഹി അന്നു, ആ ഷൈഇനെ തൊട്ട് ആ ഹുക്കുമിനെ നഫീ ചെയ്യലിലേക്കും വെളിപ്പെടൽ കൂടാതെ. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു ഷൈഇനെ തൊട്ട് കിനായത്തായിട്ട് ഗൈറിന്റെ കലാമിൽ ഒരു സിഫത്തുണ്ടാവുക. ആ ഗൈറെന്താക്കിയിട്ടുണ്ട്, ആ ഗൈറ് ആ ഷൈഇനിക്കൊരു ഹുക്മിനെ സുബൂത്താക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ സിഫത്തിനെ നിന്റെ കലാമിൽ മറ്റൊന്നിന് നൽകുക. സിഫത്തിനെ നൽകുന്നുള്ളൂ, ആ ഗൈറിനിക്ക് ഈ ഹുക്കുമ് സാബിത്താണോ അല്ലേ എന്ന് വ്യക്തമാക്കിയിട്ടും ഇല്ല. അതാണ് മിൻ ഗൈരി തഅർറുദി ലിസുബൂതിഹി ലിഗൈരിഹി, ആ ഹുക്കുമ് ഈ ഗൈറിനിക്ക് സാബിത്താവലിലേക്ക് വെളിപ്പെടൽ കൂടാതെ, ഇടപെടൽ കൂടാതെ, ഐ സുബൂത്തി ദാലിക്കൽ ഹുക്മി ലിദാലിക്കൽ ഗൈരി, ആ ഗൈറിനിക്ക് ആ ഹുക്കുമിന്റെ സുബൂത്തിലേക്ക്, ഹുക്കുമിന്റെ സുബൂത്ത് ഉണ്ടോ ഇല്ലേ എന്ന് വെളിപ്പെടൽ കൂടാതെ, ഔ നഫീഹി അന്നു, അല്ലെങ്കിൽ ആ ഹുക്കുമിനെ ആ ഗൈറിനെ തൊട്ട് നഫീ ചെയ്യലിലേക്കും വെളിപ്പെടൽ കൂടാതെ. നഹ്വു യഖൂലൂന ലഇൻ റജഅനാ ഇലൽ മദീനത്തി ലയുഖ്രിജന്നൽ അഅസ്സു മിന്നൽ അദല്ല് വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഉണ്ടോ? ഫൽ അഅസ്സു ലയുഖ്രിജന്നൽ അഅസ്സു എന്ന് പറഞ്ഞത് ഇസ്സത്ത്. ഫൽ അഅസ്സു, ഏറ്റവും യോഗ്യത ഉള്ളവർ പുറപ്പെടുവിക്കുന്ന. ഈ അഅസ് ഒരു സിഫത്താണ്. വഖഅത്ത്, ആ സിഫത്ത് വന്നു ഫീ കലാമിൽ മുനാഫിക്കീന, മുനാഫിക്കീങ്ങളുടെ കലാമിൽ വന്നു. അതാണ് ഈ മുനാഫിക്കീങ്ങളാണ് ഇപ്പോൾ ഗൈറ് എന്ന് പറഞ്ഞത്. ഫീ കലാമിൽ ഗൈരി, ഗൈറിന്റെ കലാമിൽ. ആ ഗൈറിവിടെ മുനാഫിക്കീങ്ങളാണ്. മുനാഫിക്കീങ്ങളുടെ കലാമിൽ വന്നതായൊരു സിഫത്താണ് അഅസ് എന്നുള്ളത്. അത് എങ്ങനെയാണ് സിഫത്ത് വന്നത്? കിനായത്തൻ അൻ ഫരീഖിഹിം, അവരിൽ നിന്നുള്ളൊരു വിഭാഗത്തെ തൊട്ട് കിനായത്തായിട്ടാ. നേരിട്ട് ഞങ്ങൾ മുനാഫിക്കീങ്ങൾ ഇസ്സത്തുള്ളവരാണെന്ന് പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞെന്താണ്? ഞങ്ങൾ മദീനത്തിലേക്ക് എത്തിയാൽ അവിടത്തിൽ നിന്ന് അഅസ് പുറപ്പെടുവിക്കുന്ന. ഈ അഅസ് എന്ന് പറഞ്ഞത് അവരുടെ ഒരു വിഭാഗത്തെ തൊട്ട് കിനായത്തായിട്ടാണ്, ഒരു ഫരീഖിനെ തൊട്ട്. അപ്പൊ ആ ഫരീഖാണ് ഇവിടെ ഷൈഖ്. മനസ്സിലായില്ലേ? അപ്പൊ മുനാഫിക്കീങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗമാകുന്ന ഒരു ഷൈഖ്, ആ ഷൈഖിനെ തൊട്ട് കിനായത്തായിട്ട് വന്നതാണ് ഈ അഅസ്. അഅസ് പുറപ്പെടുവിക്കുന്ന പറഞ്ഞത്. ഞങ്ങൾ പുറപ്പെടുവിക്കുന്നവർ പറയുമ്പോൾ അത് കിനായത്താവൂല. ആ മദീനത്തിൽ നിന്ന് അഅസ് പുറപ്പെടുവിക്കും, അത് കിനായത്തായി. ആ സമയത്ത് അവര് ഞങ്ങൾ പുറപ്പെടുവിക്കും എന്ന് പറഞ്ഞാൽ കിനായത്താവൂല.
യോഗ്യത ഉള്ളവർ പുറപ്പെടുവിക്കും. അത് അവരെ തൊട്ട് കിനായത്താണ്. ഈ ഫരീഖിനൊരു ഹുക്മിനെ സുബൂത്താക്കിയിട്ടുണ്ട്. എന്താണ്? ആ യോഗ്യത ഉള്ള ആൾക്കാർ പുറപ്പെടുവിക്കും. ല യുഖ്രിജന്ന. അപ്പൊ ഇഖ്റാജ് എന്ന ഒരു ഹുക്മ് ഈ അഅസ് എന്ന സിഫത്തുള്ള ആ ഫരീഖ് ഉണ്ടല്ലോ, അതായത് ഇസ്സത്ത് എന്ന സിഫത്തുള്ള ഫരീഖ്, ആ ഫരീഖിനേക്കാണ് ഇഖ്റാജ് എന്ന ഹുക്മുള്ളത്. അതാണ് ഉസുബിത്ത ലഹു, ആ ഷൈഇനക്ക് സുബൂത്താക്കപ്പെട്ടു ഹുക്മുന്നൊരു ഹുക്മിനെ. ആ ഹുക്മുടെ ഇഖ്റാജാണ്. ല യുഖ്രിജന്ന ലഅസൂൻ കേട്ടോ. പിന്നെ അതല്ല എന്ന് പറഞ്ഞല്ലോ, അതല്ലിനെ പുറപ്പെടുവിക്കും. അത് കിനായത്തുൻ അനിൽ മോമിനീന, മോമിനിങ്ങളെ തൊട്ട് കിനായത്തുമാണ്. അവിടെ നമ്മളെ കണക്ക് അവിടെയല്ല. കണക്ക് അല്ല അഅസു മിന്നൽ അതല്ല്, അല്ല അഅസു എന്ന് പറഞ്ഞു, അല്ല യുഖ്രിജന്ന ലഅസു എന്ന് പറഞ്ഞു കൊടുത്താ. വഖദ് അസ്ബത്തൽ മുനാഫിഖൂന, മുനാഫിഖീങ്ങൾ സുബൂത്താക്കിലി ഫരീഖിഹിം, അവരിൽ നിന്ന് ഒരു വിഭാഗത്തിലേക്ക് അഅസ് ഇഖ്റാജൽ മുഅ്മിനീന മിനൽ മദീനത്തി, മദീനത്തിൽ നിന്ന് മുഅ്മിനീങ്ങളെ പുറപ്പെടുവിക്കൽ എന്ന ഹുക്മിനെ സുബൂത്താക്കി. ല യുഖ്രിജന്ന ലഅസു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ഹുക്മിന് എന്തായി സുബൂത്താക്കി. ഫഅസ്ബത്തല്ലാഹു തആല, അല്ലാഹു തആല സുബൂത്താക്കി ഫി റദ്ദി അലൈഹിം, അവർക്ക് റദ്ദായിട്ട് ഈ സിഫത്തൽ ഇസ്സത്തി, ഇസ്സത്ത് എന്ന സിഫത്തിനെ ലിഗൈരി ഫരീഖിഹിം, ആ ഫരീഖ് അല്ലാത്തവർക്ക്. അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഒരു ഷെയ്നത്തൊട്ട് കിനായത്തായിട്ട് ഒതിരിന്റെ കലാമിൽ വന്ന സിഫത്ത് സംഭവിക്കലാണ്. എങ്ങനത്തെ ഷെയ്? ആ ഷെയ്നിക്കൊരു ഹുക്മിനെ സുബൂത്താക്കി ഫത്തുസിബിത്തുഹാലി ഗൈരിഹിന, ആ സിഫത്തിനെ ഗൈറിനക്ക് സുബൂത്താക്കുക. അതാണ് ഫഅസ്ബത്തല്ലാഹു തആല, അല്ലാഹു തആല സുബൂത്താക്കി ഫി റദ്ദി അലി, അവർക്ക് റദ്ദായിട്ട് സിഫത്തൽ ഇസ്സത്തി ഫതുസിബിത്തുഹാ എന്നാണ് നേരത്തെ പറഞ്ഞത് മത്തനിൽ. ആ സിഫത്തിനെ സുബൂത്താക്കുക, ഹുക്മിനെ അല്ല. അപ്പൊ സിഫത്തൽ ഇസ്സത്തി ഫി റദ്ദി അലൈഹിം, അവർക്ക് റദ്ദായിട്ട് അല്ലാഹു തആല സുബൂത്താക്കി സിഫത്തൽ ഇസ്സത്തി, ഇസ്സത്ത് എന്ന സിഫത്തിനെ ലിഗൈരി ഫരീഖിഹിം, അവരുടെ ആ പാർട്ടി അല്ലാത്തവർക്ക്. അതാണ് വഹുവ, അതാരാ പാർട്ടി അല്ല, ആ ഗൈറ് അല്ലാഹും വറസൂലും വൽ മുഅ്മിനൂന. കാരണം വലില്ലാഹിൽ ഇസ്സത്തു ലിറസൂലിഹി വലിൽ മുഅ്മിനീന എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഹുക്മിനെ സുബൂത്താക്കിയിട്ടില്ല. പിന്നെ ഗൈറ് തഅറുലിൽ സുബൂത്തിഹി ലിഗൈരിഹി എന്ന് പറഞ്ഞല്ലോ. ഹുക്മിനെ സുബൂത്താക്കലിലേക്ക് വെളിവാകൽ കൂടാതെ, നഫി ചെയ്യലിലേക്കും വെളിവാകൽ കൂടാതെ അള്ളാഹുവിനും റസൂലിനും മോമിനീങ്ങൾക്കുമാണ് ഇസ്സത്തിനെ പറഞ്ഞോളൂ. വലം യതഅറദ്, അല്ലാഹു തആല വെളിവായില്ല, ഇടപെട്ടില്ല ലി സുബൂത്തി ദാലിക്കൽ ഹുക്മി, ആ ഹുക്മിന്റെ സുബൂത്തിലേക്ക്. അല്ലത് എങ്ങനത്തെ ഹുക്മ്? ഹുവൽ ഇഖ്റാജാണ്. ലിൽ മൗസൂഫീന ബിൽ ഇസ്സത്തി, ഇസ്സത്ത് കൊണ്ട് വസു പറയപ്പെട്ടവർക്ക് സാബിത്താവലിലേക്ക് ഇടപെട്ടില്ല. ഇസ്സത്ത് കൊണ്ട് മൗസൂഫായവർ അതിന് അല്ലാഹ വറസൂലഹു വൽ മുഅ്മിനീനയാണ്. വലാലി നഫീഹി അന്നും, അവരെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിലേക്കും വെളിപ്പെട്ടിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? അവർ പറഞ്ഞത് അഅസ് പുറപ്പെടുവിക്കും. അപ്പൊ ഇസ്സത്ത് എന്ന സിഫത്തിനെ അവരുടെ ഒരു ഫരീഖായ ഒരു ഷെയ്, അതാണ് ആ ഫരീഖ്. ആ ഫരീഖിനെ തൊട്ട് കിനായത്തായിട്ട് ഇസ്സത്ത് എന്ന സിഫത്തുണ്ടായി. ആ ഫരീഖിനിക്ക്, ആ ഇസ്സത്ത് എന്ന സിഫത്തുള്ള ഫരീഖിനിക്ക് ഒരു ഹുക്മിനെ സുബൂത്താക്കി. ആ ഹുക്മിനെ ഇവിടെ സുബൂത്താക്കിയിട്ടില്ല. അള്ളാഹുവിനും റസൂലിനും മോമിനീങ്ങൾക്കുമാണ് ഇസ്സത്ത്. പക്ഷെ ആ ഹുക്മിനെ സുബൂത്താക്കലുകൊണ്ട് ആ ഹുക്മിനെ സുബൂത്താക്കൽ, ഹുക്മിനെ കൊയർന്നിക്ക് അള്ളാഹു തആല സുബൂത്താക്കിയല്ലോ. ഏതാണ് ഇവിടെ? അള്ളാഹും റസൂലും മോമിനീങ്ങളാണ്. ആ സുബൂത്താക്കൽ ഹുക്മിനെ വാജിബാക്കലുണ്ട്. അതാണ് അൽ ഖൗലു ബിൽ മൂജിബി എന്ന് പറയാൻ കാരണം. ഒരു ഷൈഇനിക്ക് സാബിത്തായ ഹുക്മിനെ മറ്റൊരു ഷൈഇനിക്ക് സാബിത്താക്കലിനെ വാജിബാക്കലുണ്ട് ഇവിടെ. അപ്പൊ അൽ മൂജിബു, അൽ ഖൗലു ബിൽ മൂജിബി എന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ അള്ളാഹുവിനും റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ് ഇസ്സത്ത് എന്ന് പറയുമ്പോൾ അവര് പറഞ്ഞെന്താണ്? അഅസ് ഇഖ്റാജ് ചെയ്യൂന്നല്ലേ. അവര് നിന്നൊരു പാർട്ടി ഇസ്സത്തുള്ളവരാണ്, അവർ പുറപ്പെടുവിക്കും, അവർ പുറത്താക്കും എന്നാണ് അവർ പറഞ്ഞത്. ആ ഇസ്സത്ത് എന്ന സിഫത്തിനെ ഗൈറിനിക്ക് സുബൂത്താക്കി. ആ ഇസ്സത്ത് എന്ന സിഫത്തുള്ള മുനാഫിക്കീങ്ങൾക്കുള്ള ഹുക്മ് ഇഖ്റാജ് അതിവിടെ പറഞ്ഞില്ല. പക്ഷെ സിഫത്തുള്ളത് കൊണ്ട് ആ സിഫത്ത് എന്തിനെ വാജിബാക്കലുണ്ട്? ഈ മുനാഫിക്കീങ്ങളെ
മുഅ്മിനീങ്ങൾ ഇഖ്റാജ് ചെയ്യലിനെ വാജിബാക്കുന്നുണ്ട്. അതാണ് അൽ ഖൗലു ബിൽ മൂജിബി എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ അൽ ഖൗലു ബിൽ മൂജിബി 2 വെറുബാണ് എന്ന് പറഞ്ഞു. വസാനി രണ്ടാമത്തെ വെറുബ് ഹംലു ലഫ്ലി, ഒരു ലഫ്ലിനെ ചുമത്തലാണ്. വഖഅഫി കലാമിൽ ഗൈരി, ഗൈറിന്റെ കലാമിൽ വന്നതായ ഒരു ലഫ്ലിനെ ചുമത്തലാണ്. അലാ ഖിലാഫി മുറാദിഹി, ആ ഗൈറിന്റെ മുറാദിന്റെ എതിരിന്റെ മേൽ ചുമത്തലാണ്. ഹാല കൗനി ഖിലാഫി മുറാദിഹി, ആ ഗൈറിന്റെ മുറാദിന്റെ എതിര് തന്നെ ആയ നിലയിൽ, ഗൈറിന്റെ മുറാദിന്റെ എതിരിന്റെ മേൽ ചുമത്തലാന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ആ ഗൈറിന്റെ മുറാദിന്റെ എതിര് തന്നെ ആയ നിലയിൽ, ഹാല കൗനി ഖിലാഫി മുറാദിഹി, ആ ഗൈറിന്റെ മുറാദിന്റെ എതിര്, ആ എതിര് തന്നെ ആയ നിലയിൽ, മിമ്മ ഒന്നിൽപ്പെട്ടതായ നിലയിൽ, യഹ്തമിലുഹു, ആ ഒന്നിനക്ക് സാധ്യത ഉണ്ട്. ദാലിക്കൽ ലഫ്ദ്, ഈ ലഫ്ദ്, ഈ ലഫ്ദ് കൊണ്ട് ഗൈറ് ഒരു മാന ഉദ്ദേശിച്ചു. ആ മാനയെ എന്താണ് മുത്തക്കല്ലിമ് അതെ ആ ഗൈറിന്റെ മുറാദിന്റെ എതിരിന്റെ മേൽ മുത്തക്കല്ലിമ് ചുമത്തി. ആ ചുമത്തപ്പെടുന്ന മുറാദ് മാനുണ്ടല്ലോ, അതിനക്ക് ലഫ്ദ് ഇഹ്തിമാൽ ഉണ്ടാവണം. അതാണ് ഹാല കൗനി ഖിലാഫി മുറാദിഹി, ആ ഗൈറിന്റെ മുറാദിന്റെ എതിര് തന്നെയായ നിലയിൽ, മിമ്മാ ഒന്നിൽപ്പെട്ടതായ നിലയിൽ, യഹ്തമിലുഹു ദാലിക്കൽ ലഫ്ദു, ആ ഒന്നിനക്ക് ലഫ്ദ് ഇഹ്തിമാലുണ്ട്. അതെങ്ങനെ ഇഹ്തിമാൽ ഉണ്ടാകല്? ബിദിക്രി മുതഅല്ലിഖിഹി, ആ ലഫ്ദിനെ മുതഅല്ലിഖിനാണ് പറഞ്ഞപ്പോൾ ഇഹ്തിമാൽ ഉണ്ടായി. ഐ ഇന്നമാ യുഹമ്മലു, ഈ ലഫ്ദിനെ ചുമത്തപ്പെടും. അലാ ഖിലാഫി മുറാദിഹി, ഈ ഗൈറിന്റെ മുറാദിന്റെ എതിരിന്റെ മേൽ ചുമത്തും. അതെങ്ങനെ ചുമത്തല്? ബി അൻ യുദ്കറ മുതഅല്ലിഖു ദാലിക്കൽ ലഫ്ദി, ആ ലഫ്ദിന്റെ മുതഅല്ലിഖിനെ പറയലുകൊണ്ട് കഖൗലിഹി, എന്താണ് ഷാഇറിന്റെ കൗല് പോലെ. എന്താ ഷാഇറിന്റെ കൗല്? ഖുൽതു സക്കൽതു ഇത് അത്തൈതു മിറാറ ഖാല സക്കൽത കാഹിലി ബിൽ അയാദി. ഖുൽതു സക്കൽതു ഇത് അത്തൈതു മിറാറ ഖാല സക്കൽത കാഹിലി ബിൽ അയാദി. ഖുൽതു ഞാൻ പറഞ്ഞു, സക്കൽതു ഞാൻ ഭാരമാക്കി നിന്നെ, ഇത് അത്തൈതു മിറാറ പല പ്രാവശ്യം നിന്റെ അടുക്കൽ ഞാൻ വന്ന നേരത്ത് നിനക്കത് ഭാരമായി, ഞാൻ നിന്നെ ഭാരമുള്ളവനാക്കി. കാരണം വരുന്ന സമയത്തൊക്കെ നീ എനിക്ക് ഭക്ഷണം തന്നിട്ട് ഒരുപാട് ഭാരങ്ങൾ നിനക്കുണ്ടായി. കാല, അപ്പോൾ ഈ മുഖാത്തബ് പറഞ്ഞു, സക്കൽത്ത നീ ഭാരമാക്കിയത് ശരി തന്നെ, പക്ഷെ നീ ഭാരമാക്കിയത് കാഹിലി എന്റെ പിരടിയെയാണ്, ബില്ലയാദി നിഅമത്തുകളെ കൊണ്ട്. ഇങ്ങനെയാണ് സംഭവം. ഫലഫ്ളു സക്കൽതു, സക്കൽതു എന്ന ലഫ്ള് വഖഅഫി കലാമിൽ ഗൈരി, ഗൈറിന്റെ കലാമിൽ ഉണ്ടായതാണ്. അല്ലെ, സക്കൽതു ഞാൻ ഭാരമാക്കി എന്ന് പറഞ്ഞു. സക്കൽതു വഖഅഫി കലാമിൽ ഗൈരി, പിന്നെ ബിമാന ഹമൽതുക്കൽ മുഅനത്താൻ, ഞാൻ നിനക്ക് ഏൽപ്പിച്ചു, അൽ മുഅനത്ത ബുദ്ധിമുട്ടിനെ ഏൽപ്പിച്ചു, ബുദ്ധിമുട്ടിനെ ഏൽപ്പിച്ചു. അതാണ് സക്കൽതു. ഫഹമലഹു, ഈ സക്കൽതു എന്നതിനെ, ഈ കലാമിനെ മുഖാത്തബ് ചുമത്തി, അലാ തസ്കീലി ആത്തിക്കിഹി, മുഖാത്തബിന്റെ പെരടിയെ കനമാക്കലിന്റെ മേൽ, ബില്ലയാദി നിയമത്തുകളെ കൊണ്ട്, വൽ മിനനി അനുഗ്രഹങ്ങളെ കൊണ്ടും. അപ്പൊ ഇയാള് പറഞ്ഞു, ഞാൻ ഭാരമാക്കി, ഇത് അത്തൈത്തു മിറാറ പലവട്ടം വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുത്തിട്ടൊക്കെ ഭാരമാക്കി എന്നാണ് ഇയാൾ പറഞ്ഞത്. അതിനെ മറ്റൊരു മാനാനിമൽ ചുമത്തി. എന്താണ്? കാല സക്കൽത്ത, നീ ഖനമാക്കി, അത് ശരിയാ, പക്ഷേ ഞാൻ ഭക്ഷണം കാഹിലിന്റെ പെരടിയെയാണ് ഖനമാക്കിയത് നിയമത്തുകളെ കൊണ്ട്.
അപ്പോൾ നിനക്ക് ഭക്ഷണം തന്നിട്ട് ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് എൻ്റെ പെരടി കരമായിട്ടുണ്ട്, ഞാൻ ഭാഗ്യവാനായിട്ടുണ്ട്. ബിഅൻദക്കറ മുത്തഅല്ലിഖിഹി, ആ സക്കൽ തന്നെ മുത്തഅല്ലിഖിനെ പറയലുണ്ട്. ഇനി കൗലുഹു ബില്ലയാദീൻ. പിന്നെ ഒമിൻമിനൽ മഅനവിയ്യി, മഅനവിയായ മുഹ്സിനാത്തിൽപ്പെട്ടതാണ് ഇത്തിറാദ്. ഇത്തിറാദ് എന്ന് പറഞ്ഞാൽ അന്തഇതിയ ബി അസ്മാഇൽ മംദൂഹി, മംദൂഹിന്റെ പേരുകളെ നീ കൊണ്ടുവരലാണ്. ഔ ഗൈരിഹി അലി മംദൂഹ്, അല്ലാത്തവരുടെ പേരുകളെ അസ്മായി ആബായി, അവരുടെ പിതാക്കന്മാരുടെ പേരുകളെയും അലാ തർത്തീബിൽ വിലാദത്തി, വിലാദത്തിന്റെ തർത്തീബനുസരിച്ച് മിൻ ഗൈരി തകല്ലുഫിൻ ഫി സബ്ഖി, അങ്ങനെ കൊണ്ടുവരുന്നതിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ. കൗലിഹി, ഷാഇറിന്റെ കൗല് പോലെ. എന്താ ഷാഇറിന്റെ കൗല്? ഇയഖ്തുലൂക ഫഖദ് സലൽത ഉറൂശഹും ബിഉത്ബത ബിനിൽ ഹാരിസ് ബിൻ ശിഹാബി. എന്താ 484 പേജ് പോയി. ഈ യഖ്തുലൂക, അവര് നിന്നെ കൊന്നാലും, ഫഖദ് സലൽത, സല്ല യസുല്ലു, ഫഖദ് സലൽത, നീ നശിപ്പിച്ചിട്ടുണ്ട്, ഉറൂശഹും, അവരുടെ തലവന്മാരെ നീ നശിപ്പിച്ചിട്ടുണ്ട്, നിന്നെ അവർ കൊന്നാലും. എങ്ങനെ? ബി ഉത്തൈബത്ത ബിനിൽ ഹാരിസ് ബിൻ ശിഹാബി. ഉത്തൈബത്ത് അല്ലേ? നബി ഉത്തൈബത്ത് ബിനിൽ ഹാരിസ് ബിൻ ശിഹാബി, ശിഹാബിന്റെ മകനായ ഹാരിസിന്റെ മകനായ ഉത്തൈബത്തിനെ നീ കൊന്ന കാരണം കൊണ്ട് അവരുടെ തലവന്മാരെ നീ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഉത്തൈബത്ത് ബിനിൽ ഹാരിസ് ബിൻ ശിഹാബി. യുക്കാല് പറയപ്പെടലിൽ കൗമി, ഒരു കൗമിനോട് ഇദാ ദഹബ ഇസും, അവരുടെ അന്തസ് നഷ്ടപ്പെട്ടു പോയാല്, ഹാലുഹും, അവരുടെ ഹാല് ബലഹീനമായാല് എന്ത് പറയും? കത് സുല്ല അറുസും, അവരുടെ സിംഹാസനം നശിപ്പിക്കപ്പെട്ടു, അവരുടെ മേധാവിയെ നശിപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറയും. ഇനി ഇൻ തബജ്ജഹൂ ബി ഖത്ലിക, നിന്നെ കൊന്ന കാരണം കൊണ്ട് അവര് അഹങ്കരിച്ചാലും, വഫരിഹൂ ബിഹി, നിന്നെ കൊന്ന കാരണം കൊണ്ട് അവർ സന്തോഷിച്ചാലും, ഫഖദ് അസ്സർത, നീ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, ഫി ഇസ്സിഹിം, അവരുടെ അന്തസ്സില്, വഹദംത അസാസ മജ്ദിഹിം, അവരുടെ മഹത്വത്തിന്റെ അടിത്തറ തന്നെ നീ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്, ബി ഖത്ലി റഈസിഹിം, അവരുടെ നേതാവിനെ കൊന്ന കാരണം കൊണ്ട്, ഉത്തൈബത്തിനെ കൊന്ന കാരണം കൊണ്ട്. അപ്പൊ ഇവിടെ ഉത്തൈബത്ത് ബിനുൽ ഹാരിസ് ബിൻ ശിഹാബ്, അതിനാണ് ഇത്തിറാദ് എന്ന് പറയാം കേട്ടോ. പിന്നെ ഫൈൻകീല, ഇനി പറയപ്പെട്ടാൽ ആദാമിൻ തത്താബുഇൽ ഇലാഫാത്തി, ഈ ബൈത്ത് ഇലാഫത്തുകൾ തുടർന്ന് വന്നതിൽപ്പെട്ടതാണല്ലോ. എന്താ? ഇബ്നിനെ ഹാരിസിലേക്ക് ഇലാഫത്ത് ചെയ്തു, പിന്നെ മറ്റൊരു ഇബ്നിനെ ശിഹാബിലേക്ക് ഇലാഫത്ത് ചെയ്തു. ഉത്ബത്ത് ബിനിൽ ഹാരിസ് ബിൻ ശിഹാബി, ശിഹാബിന്റെ മകനായ ഹാരിസിന്റെ മകൻ. അപ്പൊ ശിഹാബിലേക്കൊരു ഇലാഫത്ത്, ഹാരിസിലേക്കൊരു ഇലാഫത്ത്, തത്താബുൽ ഇലാഫത്തിൽ പെട്ടതാണെന്ന് പറയപ്പെട്ടാൽ ഫകൈഫ യുഅദ്ദു മിനൽ മുഹസ്സിനാത്തി, അപ്പൊ തത്താബുൽ ഇലാഫത്തിനെ എങ്ങനെ മുഹസ്സിനാത്തിലെന്നും? നമ്മൾ പറയും കത്തക്കററ, സ്ഥിരപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. അന്ന തത്താബുൽ ഇലാഫാത്തി, ഇലാഫത്ത് തുടർന്ന് വരല്, ഇദാ സലിമ മിനൽ ഇസ്തിക്റാഹി, അത് കലാമിനെ കേൾക്കൽ, ഒരു വെറുപ്പാവലിനെ തൊട്ട് രക്ഷപ്പെട്ടാൽ, ഇസ്തിക്റാഹിനെ തൊട്ട് രക്ഷപ്പെട്ടാലും, മലുഹ വലത്തുഫ, അത് പുതുമയുള്ളതും ഭംഗിയുള്ളതുമായി. അപ്പൊ ഫസാഹത്തിനും ബലാഹത്തിനും എതിരല്ല. വൽ ബൈത്തു മിൻ ആദൽ കബീലി, ഈ ബൈത്ത് ഈ കബീലയിൽപ്പെട്ടാണ്, ഇസ്തിക്റാഹിനെ തൊട്ട് സലാമത്തായതിൽപ്പെട്ടതാണ്. ഏതുപോലെയൊക്കെ കൗലിഹി അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൗല് പോലാൽ കരീബുബിനുൽ 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 കരീം, 4 കരീം അവിടെ ഇലാഫത്ത് ആ ബൈത്തിലുള്ളതിനേക്കാൾ അധികമുണ്ട്. അത് യൂസുഫിന്, യഅ്ഖൂബിന്, ഇസ്ഹാഖിന്, ഇബ്രാഹിം ഉണ്ടോ? യഅ്ഖൂബിന്റെ മകനായ യൂസുഫ്, യഅ്ഖൂബ് നബിന്റെ മകനായ യൂസുഫ് നബി.
ഇബ്നെ യഅ്കൂബിലേക്ക്, മറ്റേ ഇബ്നെ ഇസ്ഹാഖിലേക്ക്, മറ്റൊരു ഇബ്നെ ഇബ്രാഹിമിലേക്ക് കിതാബത്ത് ചെയ്തിട്ടുണ്ടല്ലോ. അതാ ഈ പറഞ്ഞത് തമാമു മാ ദുക്ര മിനൽ എറിബി എറിബിൽ നിന്നുള്ള തമാമുമാ ഒന്നിന്റെ പൂർത്തീകരണമാണ്. ദക്കറുഹ ഒന്നിനെ മുസന്നിഫ് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാൽ മിനൽ എറിബിൽ മഅനവിയായ എറിബിനാൽ. അപ്പൊ മഅനവിയായ എറിബ് ഇവിടെ അവസാനിച്ചു. മുഖ്തസർ 321 പേജ് 487. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഇലാഹിൽ മആനി വനവ്വറ ഖുലൂബനാ ബിലവാമി ഇത്ബിയാൻ മിൻ മതാലിഇൽ മസാനി വനുസല്ലി അലാ നബിയിക മുഹമ്മദിനിൽ മുഅയ്യദി ദലായിലു ഇഅജാസിഹി ബിഅസ്റാറിൽ ബലാഗത്തി وعلى آله وأصحابه المحدثين قصبات السبق في مضمار الفصاحة والبراعة. وأما اللفظي فمنه الجناس بين اللفظين وهو تشابههما في اللفظ. മഅനവിയായ മുഹസ്സിനാത്തിൽ നിന്ന് മുസന്നിഫ് ഒഴിവായി. ഇനി ലഫ്ദിയായ മുഹസ്സിനാത്തിലേക്കുള്ള പ്രവേശനമാണ്. വഅമ്മൽ ലഫ്ദിയു ലഫ്ദിയായ ഇനമാകുന്നത് ലർബാകുന്നത് മിനൽ വുജൂഹിൽ മുഹസ്സിനത്തിൽ കലാമി കലാമിനെ ഭംഗിയാക്കുന്ന വജുഹുകളിൽ നിന്നുള്ള അൽറബുൽ ലഫ്ദിയു ഫമിന്നുൽ ജിനാസു. അൽറബുൽ ലഫ്ദിയിൽപ്പെട്ടതാണ് ജിനാസ്. ബൈനൽ ലഫ്ദൈനി രണ്ട് പദത്തിന്റെ ഇടയിൽ തുല്യത ഉണ്ടാവൽ, രണ്ട് ലഫ്ദിന്റെ ഇടയിൽ സാദൃശ്യമാവൽ. ആ ജിനാസിന്റെ ഇസ്തിലാഹിയായ മഅനയാണ് പറയുന്നത്. വഹുവ തശാബുഹുമാ ഫിൽ ലഫ്ദി രണ്ട് പദം ഉച്ചാരണത്തിൽ തുല്യത ഉണ്ടാവലാണ്. ഐ ഫി തലഫുദി മൊഴിയുമ്പോൾ മൊഴിയുന്ന അവസരത്തിൽ രണ്ട് ലഫ്ദ് രണ്ട് പദങ്ങൾ ഒരുപോലെയാവുക. ഫയഖുർജു തശാബുഹു ഫിൽ മഅന എങ്കിൽ ലഫ്ദിൽ ഒരുപോലെയാവൽ ആ പറഞ്ഞതുകൊണ്ട് പുറപ്പെടും, മഅനയിലുള്ള തുല്യത പുറപ്പെടും, തശാബുഹ് പുറപ്പെടും. നഹ്വു അസദ് സബു രണ്ടിനൊരു മഅനയാണല്ലോ, അത് ജിനാസിൽപ്പെട്ടതല്ല. അപ്പോൾ ഒരാള് അസദുൻ വസബുൻ എന്ന് പറഞ്ഞാൽ അതിൽ ജിനാസ് എന്ന് പറയില്ല. ഔഫി മുജറദിൽ അദദി വെറും അദദിൽ മാത്രമുള്ള തശാബുഹ്. നെഹ്വു ലറബ അലിമ ലറബയും അലിമയും തമ്മിൽ തശാബുഹുണ്ട്. പക്ഷെ എന്തിനാണത്? അർഫുകളുടെ എണ്ണത്തിലാണ് തശാബുഹ്, അത് പുറപ്പെടും. തലഫുദിൽ എന്തില്ല? തശാബുഹില്ല. ഔഫി മുജറദിൽ വസിനിൽ മാത്രമുള്ള തശാബുഹും പുറപ്പെടും. നെഹ്വു ലറബ വഖത്തല ഉണ്ടോ? ലറബയും ഖത്തലയും വസനിലാണ് തശാബുഹുള്ളത്, തലഫുദിൽ തശാബുഹില്ല. വസനിൽ തശാബുഹ് എന്ന് പറഞ്ഞാൽ ഹൈഅത്തിൽ, രൂപത്തിൽ, ആകൃതിയിൽ, ആകൃതിയിൽ തശാബുഹ്. വത്താമു മിന്നു ഐബിനൽ ജിനാസി ജിനാസിൽ നിന്നുള്ള താമാകുന്നത്. ജിനാസ് 5 ഇനങ്ങളുണ്ടെന്നാണ് ദസൂക്കിയിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കിസ്മാണ് എന്ത്? 5 കിസ്മുകളാണ് ജിനാസ്. അതിൽ ഒന്നാമത്തേതാണ് അൽ ജിനാസു താമു. അപ്പൊ ഏതാണ് താമായ ജിനാസ്? ഐമിനൽ ജിനാസി ജിനാസിൽ നിന്നുള്ള താമ് അയ്യത്തഫിഖാ അയ്യൽ ലഫ്ദാനി രണ്ട് ലഫ്ദ് വക്കലാകുന്നു, യോജിക്കലാകുന്നു. ഫി അൻവാഇൽ ഉറൂഫി അർഫുകളുടെ ഇനങ്ങളിൽ യോജിക്കലാകുന്നു.
അർഫുകളാകുന്ന ഇനങ്ങളിൽ നിന്ന് അൽ ഇദാഫത്തു ലിൽ ബയാനി. അപ്പോ ഹർഫുകളാകുന്ന ഇനങ്ങളിൽ, അർഫുകൾ ഇനമാണ്, അപ്പൊ ഹർഫുകളാകുന്ന ഇനങ്ങളിൽ യോജിക്കലാണ്. ഇദാഫത്ത് ബയാനി, അൽ ഇദാഫത്തു ലിൽ ബയാനി കേട്ടോ. പിന്നെ അപ്പോ അർഫുകൾ എന്ന നൗകളിൽ യോജിക്കണം. അത് മാത്രം പോരാ, ഇനിയും പലതും പറയാനുണ്ട്. ഫകുല്ലും മിനൽ ഹുറൂഫി തിസ്അത്തി വൽ ഇശ്രീന, 29 അർഫുകളിൽ നിന്ന് ഓരോന്നും ഓരോ നൗ ആണ്. ഒബിഹാദ, ഈ പറഞ്ഞത് കൊണ്ട്, രണ്ട് ലഫ്ളിൽ ഉള്ളതായ ഹർഫുകളാകുന്ന ഇനങ്ങളിൽ യോജിക്കൽ ഷർത്താണ് താമാവണമെങ്കിൽ. അപ്പൊ താമാവണമെങ്കിൽ ഷർത്ത് എന്താണ്? അർഫുകളാവുന്ന നൗകളിൽ യോജിക്കണം. ആ പറഞ്ഞത് കൊണ്ട് യഹ്റുജു പുറപ്പെടും നെഹ്വു യഫ്റഹു വ യംറഹു, അതുപോലത്തെ പുറപ്പെടും. കാരണം എന്തുകൊണ്ടാണ്? യഫ്റഹു യംറഹു എന്നുള്ളത് അർഫുകളുടെ നൗഇൽ അത് ഇത്തിഫാക്കില്ല. യഫ്റഹൂല് ഫാ ഉൽ കലിമത്ത് ഫാ ആണ്, യംറഹൂല് ഫാ ഉൽ കലിമത്ത് മീമാണ്. വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അർഫുകളാവുന്ന നൗകളിൽ വെക്കണം. ഒഫി അഇദാദിഹ, അർഫുകളുടെ എണ്ണത്തിലും വെക്കണം. രണ്ട് ലഫ്ളിനും എണ്ണം കറക്റ്റ് ആവണം, ഒരേ രൂപത്തിലാവണം, എണ്ണത്തിൽ വെക്കണം. ഒബിഹി, എണ്ണത്തിൽ വെക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അതതിൽ ഉറൂഫിന്റെ അതതിൽ രണ്ട് ലഫ്ള് യോജിക്കൽ ഷർത്താണ് എന്ന് പറഞ്ഞതുകൊണ്ട് യഖ്റുജു പുറപ്പെടും നഹ്വു അസ്സാക്ക് വൽ മസാക്ക്, അസ്സാക്കും വൽ മസാക്കും, അൽ മസാക്കും പുറപ്പെടും. അത് രണ്ട് ലഫ്ളുണ്ട്, പക്ഷെ ഒന്നിലൊരു മീം അധികമുണ്ട്. പിന്നെ താമാവണെങ്കിൽ മൂന്നാമത്തെ ഷർത്ത് എന്താണ്? വഫി ഹൈഅത്തിഹ, അർഫുകളുടെ വസ്നിലും വെക്കണം. അതായത് ഹൈഅത്ത്, അതിൻ്റെ ആകൃതി, രൂപം, ആ രൂപത്തിൽ വെക്കണം. രണ്ടും ഒരേ രൂപമാവണം. ഒബിഹി, ഹൈഅത്തിൽ വെക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് യഖ്റുജു പുറപ്പെടും നെഹ്വുൽ ബർദി വൽ ബുർദി, ബർദ് ബുർദ് പോലത്തത്. രണ്ടും എന്താണ്? അർഫുകളുടെ നൗഇൽ ഒത്തിട്ടുണ്ട്, പിന്നെ എണ്ണത്തിലും ഒത്തിട്ടുണ്ട്, പക്ഷേ ഹൈഅത്തിൽ ഒത്തിട്ടില്ല. ഒന്ന് ഫഇല് വസ്നാണ്, ഒന്ന് ഫുഇല് വസ്നാണ്. അപ്പോ അത് ജിനാസിൽ, താമായ ജിനാസിൽ ഉൾപ്പെടുകയില്ല. ഫഇന്ന ഹൈഅത്തൽ കലിമത്തി, തീർച്ചയായിട്ടും കലിമത്തിന്റെ ഹൈഅത്ത് കൈഫിയത്തുൻ നാസിലത്തുൻ ലഹ, ആ കലിമത്തിനൊക്കെ ഉണ്ടാകുന്ന ഒരു രൂപമാണ്, ഒരു ആകൃതിയാണ്. എങ്ങനെ ഉണ്ടാകുന്നത്? ബിഇത്തിബാറിൽ അറക്കാത്ത് വസക്കനാത്തി, അറക്കാത്ത് സക്കനാത്തിനെ ഇത്തിബാറിയിലോണ്ടിട്ട് ഒന്നില് ബർദും ഒന്നില് ബുർദും ആകുമ്പോ എന്തായിട്ടില്ല? ഹൈഅത്തിൽ ഒത്തിട്ടില്ല. ഒന്നാമത്തേൽ ഫത്ഹാണെങ്കിൽ രണ്ടിലും ഫത്ഹാവണം, രണ്ടാമത്തെ രണ്ടും സാക്കിനാണെങ്കിൽ രണ്ടും സാക്കിനാവണം. ഫനഹ്വുൽ അറബ വഖത്തല, അത് അലാഹിയത്തും വാഹിദത്തും ഒരു ആകൃതിയുടെ മേലിലാണ്, പക്ഷെ ജിനാസിൽ പെടൂല. ഹൈയത്തൊന്നായതുകൊണ്ട് പോരല്ലോ. അവിടെ ലഫ്ളിൽ എന്തില്ല? തശാബുഹില്ല. ഹൈഅത്തിൽ തശാബുഹുണ്ട്. ഫനഹ്വു വൽ അറബ അലാഹിയത്തും വാഹിദത്തും, പക്ഷെ മഅ ഇഖ്തിലാഫിൽ ഹുറൂഫി, അർഫുകൾ ഇഖ്തിലാഫാവലോടുകൂടെ അർഫുകളാവുന്ന നൗഇൽ ഒത്തിട്ടില്ല, അതുകൊണ്ട് ജിനാസിൽ പെടൂല. പക്ഷെ ഹൈഅത്തൊന്നാണ്. ബിഖിലാഫിൽ അറബ വലുരിബ, അർഫൊന്നാണ്, ഹൈഅത്തൊത്തിട്ടില്ല. മബ്നിയൻ ലിൽ ഫാഇലി വൽ മഫൂലി ഫഇന്നഹുമാ, അത് രണ്ടും വലാ ഹൈഅത്തൈനി, രണ്ട് ഹൈഅത്തിന്റെ മേലിലാണ്. മഅത്തിആദിൽ ഹുറൂഫി, അർഫുകൾ ഒന്നാവലോടുകൂടെ. അപ്പൊ എന്തിലൊക്കെ വെക്കണം എന്നപ്പോ പറഞ്ഞത്? അർഫുകളാകുന്ന നൗകളിൽ വെക്കണം,
അർഫുകളുടെ എണ്ണത്തിൽ വെക്കണം, അർഫുകളുടെ ശൈലി ഹൈഅത്തിൽ വെക്കണം. നാലാമത്തത് വഫീ തർതീബിഹ, അർഫുകളുടെ ക്രമീകരണത്തിലും വെക്കണം. ഐ തഖ്ദീമി ബഅ്ദിൽ ഉറൂഫി അലാ ബഅ്ദിൻ, ബഅ്ദിനേക്കാൾ ബഅ്ദിനെ അർഫുകളിൽ നിന്ന് ചിലതിനെ മുന്തിക്കലിൽ, അലാ ബഅ്ദിൻ ചിലതിനേക്കാൾ മുന്തിക്കുന്നതിലും, വതഅഖീരി അന്നു ചിലതിനേക്കാൾ പിന്തിക്കുന്നതിലും യോജിക്കണം. ഒബിഹി, ഈ തർത്തീബിൽ ഇത്തിഫാക്ക് വേണമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് യഖ്റുജു പുറപ്പെടുന്നതാണ് നഹ്വുൽ ഫത്ഹ് വൽ ഹത്ഫ്. ഫത്ഹ് ഹത്ഫ് പോലത്തത് പുറപ്പെടും. രണ്ടിലും ഒരേ ഹർഫാണ്. ഹർഫിന്റെ നൗഇൽ ഒത്തിട്ടുണ്ട്, പക്ഷേ എണ്ണത്തിലും ഒത്തിട്ടുണ്ട്, ഹൈഅത്തിലും ഒത്തിട്ടുണ്ട്, തർത്തീബിൽ ഒത്തിട്ടില്ല. അദബ് ബദ് പോലെയായി. പിന്നെ 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 ഇനി ഇവ 4 കാര്യത്തിൽ ഒത്തു. അർഫുകളാവുന്ന നൗകളിലും അർഫുകളുടെ എണ്ണത്തിലും ആ അർഫുകളുടെ ആകൃതിയിലും അതിന്റെ തർത്തീബിലും ഒത്തു. അതോടുകൂടെ ഫഇൻകാന അയ്യൽ ലഫ്ളാനിൽ മുത്തഫിഖാനി ഫീ ജമീഇ മാ ദുക്കിറ, പറയപ്പെട്ട ഒന്ന് മുഴുവനിലും യോജിച്ചതായ 2 ലഫ്ള്, ആ 2 ലഫ്ളായാൽ മിൻ നൗഇൻ വാഹിദിൻ മിൻ അൻവായിൽ കലിമത്തി, കലിമത്തിന്റെ ഇനങ്ങളിൽ നിന്ന് ഒരു ഇനത്തിൽപ്പെട്ടതായാൽ, ആ ഒരു ഇനം ഏതുപോലെ കിസ്മൈനി 2 ലഫ്ളും ഇസ്മായി, ഔ ഫീലൈനിയായി ഔ അർഫൈനിയായി, അങ്ങനെ ആയാൽ സുമ്മിയ, ആ ജിനാസിന് പേര് പറയുന്നതാണ് മുമാസിലൻ. അപ്പോ അൽ ജിനാസു താമുൽ മുമാസിലു, അപ്പോ ജിനാസൻ താമൻ മുമാസിലൻ എന്നായി. മുമാസിലെന്ന് പേര് പറയാൻ കാരണം കലിമത്തിന്റെ നൗഇൽ ഒത്തതുകൊണ്ടാ. അതെന്താ മുമാസിൽ എന്ന് പേര് പറയുന്നത്? ജറിയൻ അൽ ഇസ്തിലാഹിൽ മുതകല്ലിമീന, മുതകല്ലിമീങ്ങളുടെ ഇസ്തിലാഹിന്റെ മേൽ നടന്നതിന് വേണ്ടി. എന്താ മുതകല്ലിമീങ്ങളുടെ ഇസ്തിലാഹ്? ഇന്നൽ മുമാസലത്ത, തീർച്ചയായും മുമാസലത്ത് ഹിയ അൽ ഇത്തിഹാദു ഫി നൗഇ, നൗഇൽ വക്കലാണെന്നാണ് മുതകല്ലിമീങ്ങളുടെ ഇസ്തിലാഹ്. അതേ ഇസ്തിലാഹ് ഇൽമുൽ ഇവരും ബയാനിക്കാരും എന്തായി ഇസ്തിമാല് ചെയ്തു. നൗഇൽ ഒന്നായതുകൊണ്ട് മുമാസില്. നഹ്വു, അപ്പോ മിന്നൽ മുമാസലത്ത ഹിയ അൽ ഇത്തിഹാദു ഫി നൗഇ, നൗഇൽ ഒന്നാവലാണ് മുമാസലത്ത്. അതാണ് മുതകല്ലിമീങ്ങളുടെ ഇസ്തിലാഹ്. ആ ഇസ്തിലാഹിന്റെ മേൽ നടന്നതിന് വേണ്ടിയാണ് ഇവിടെ നൗഇൽ ഒന്നായാൽ മുമാസിൽ എന്ന് ഈ ജിനാസു താമിന് പേര് പറയുന്നത്. നഹ്വു യൗമ തഖൂമു സാഅത്തു യുഖ്സിമുൽ മുജ്രിമൂന മാ ലബിസു ഗൈറ സാഅത്തിൻ, കണ്ടോ ആയത്താണ്. അസ്സാഅത്തു സാഅത്ത് രണ്ടും എന്താണ്? അർഫുകളാവുന്ന നൗഇൽ ഒത്തു. സീന് അലിഫ് ഐന് ഹാത്ത രണ്ടിലും അങ്ങനെ തന്നെ. പിന്നെന്തിലൊത്തു? എണ്ണത്തിലൊത്തിട്ടുണ്ട്. സാഅത്തിലുള്ള അർഫ് 2 സാഅത്തിൽ ഒരേ അർഫാണല്ലോ. ഹൈഅത്തിലും ഒത്തിട്ടുണ്ട്, തർത്തീബിലും ഒത്തു. അതോടുകൂടെ രണ്ടും ഇസ്മായി. അപ്പൊ മുമാസിലുന അവ ഖിയാമത്ത് നാൾ ഉണ്ടാകുന്ന ദിവസത്തിൽ അക്രമികൾ സത്യം ചെയ്യും. എന്ത്? ദുന്യാവില് 1 മണിക്കൂർ അല്പസമയമല്ലാതെ താമസിച്ചിട്ടില്ല. വൈങ്കാനാമിൻ നൗഐനി, ഇനി 2 നൗയിൽപ്പെട്ടതായാൽ, അതായത് ഇസ്മിൻ വ ഫീലിൻ, ഒന്ന് ഇസ്മിലും മറ്റൊന്ന് ഫീലിലും പെട്ടതായി. അവിസ്മിൻ വ ഹർഫിൻ, അലി ഒന്ന് ഇസ്മിലും മറ്റത് ഹർഫിലുമായി. ഔ ഫീലിൻ വ ഹർഫിൽ, ഒന്ന് ഫീലും ഒന്ന് ഹർഫിലും പെട്ടതായാൽ, അപ്പൊ 2 നൗയിൽപ്പെട്ടതായി. അതായത് ഇസ്മിലും ഫീലിലും, അല്ലെങ്കിൽ ഇസ്മിലും ഹർഫിലും, അല്ലെങ്കിൽ ഫീലിലും ഹർഫിലും. സുമ്മിയ മുസ്തൗഫൻ, അപ്പോൾ അതിന്റെ പേര് മുസ്തൗഫൻ എന്നാണ്.
കൗലിഹി ഷാഇറിന്റെ കൗല് പോലെ. എന്താണ് കൗല്? മാമാത്ത മിൻ കറമിൻ സമാനി ഫഇന്നഹു യഹ്യാ ലദാ യഹ്യ ബിനി അബ്ദില്ലാഹി. മാമാത്ത മിൻ കറമിൻ സമാനി ഫഇന്നഹു യഹ്യാ ലദാ യഹ്യ ബിനി അബ്ദില്ലാഹി. ഒന്ന് മാത്ത, ആ ഒന്നുണ്ടായിട്ടുണ്ട്, തീർന്നു പോയിട്ടുണ്ട്, അത് കഴിഞ്ഞു പോയി. മരിച്ചു എന്ന അർത്ഥത്തിനല്ല ഇവിടെ മാത്ത, അത് കഴിഞ്ഞു പോയി, തീർന്നു പോയി. അതെന്തിനാലാണ്? മിൻ കറമി സമാനി, കാലത്ത്, നടപ്പ് കാലത്ത്, കാലത്ത്, കഴിഞ്ഞ കാലങ്ങളിലുള്ള ഔദാര്യങ്ങളാൽ ആ തീർന്നു പോയത് എന്തിനാൽ? കഴിഞ്ഞു പോയ കാലത്തുള്ള ഔദാര്യങ്ങളാൽ. ഫഇന്നഹു, ആ കറമ്, യഹ്യാത് പ്രകടമാകും, ലദാ യഹ്യ ബിനി അബ്ദില്ലാഹി, യഹ്യ ബിനി അബ്ദില്ലാഹി എന്നവരുടെ അടുക്കൽ അത് പ്രകടമാകും. കേട്ടോ? അപ്പൊ പറഞ്ഞെന്താണ്? മാമാത്ത മിൻ കറമി സമാനി, മാ മൗസൂലത്തുൻ ഫി മഹല്ലി റഫീ എന്നത് സൂക്കിയിൽ പറയുന്നു. മൗസൂലയാണ്, റഫീന്റെ മഹല്ലിലാണ്, അലൽ ഇബ്തിദായി. ഖബറുഹു, ഖബർ ജുംലത്തു ഫഇന്നഹു യഹ്യ ലദാ യഹ്യ ബിനി അബ്ദില്ലാഹി എന്ന ജുംല അതിന്റെ ഖബറാണ്. ഒമിൻ കറമി സമാൻ എന്നുള്ളത് ബയാനുൽ ലിമാ, മാക്ക് ബയാനാണ്. ഐ മാ ദഹബ അൻ അഹ്ലിൽ വഖ്തി, ഇക്കാലത്തുള്ള അഹ്ലുകാരിൽ നിന്ന് കഴിഞ്ഞു പോയത്, തീർന്നു പോയത്. അതെന്താണ് ആ തീർന്നു പോയത്, അവസാനിച്ചു പോയത്? മിൻ കറമി സമാനിൽ മാദി, കഴിഞ്ഞ കാലത്തുള്ള ഔദാര്യത്തിനാൽ. അങ്ങനെ ഫസാറ, ആ കറമായി കൽ മയ്യിത്തി, മയ്യത്ത് പോലെയായി, ഫി അദ്മി ളുഹൂരിഹി, ആ കറമ് ഇങ്ങോട്ട് ലാഹിറാകാത്തതിനാൽ. ഇപ്പൊ കറമില്ലല്ലോ. അപ്പൊ ഫഇന്നഹു എന്ന് പറഞ്ഞാൽ ആ കറമ, മയ്യത്തായ കറമ്. ഐ ഫഇന്ന ദാലിക്കൽ മയ്യിത്ത മിനൽ കറമി, യഹ്യാത് പ്രകടമാകുന്നു, ലദാ യഹ്യ ബിനി അബ്ദില്ലാഹിന്റെ അടുക്കൽ. ഇവിടുത്തെ കണക്കെന്താണ്? രണ്ട് യഹ്യുണ്ട്. ആദ്യത്തെ യഹ്യ ഫിഇലാണ്, രണ്ടാമത്തെ യഹ്യ ഇസ്മാണ്. എന്താ? യഹ്യ ബിൻ അബ്ദുല്ലാന്റെ അടുക്കൽ അത് പ്രകടമാകുന്നു. ഇപ്പൊ മൂപ്പര് നല്ലോണം ഔദാര്യം ചെയ്യുന്ന ആളാണെന്ന് അർത്ഥം. ലിഅന്നഹു യഹ്യ ബിൻ അബ്ദുല്ലാഹി കരീമുൻ, ഔദാര്യവാനാണ്. യുഹ്യി ഇസ്മൽ കറമി, കറമെന്ന ഇസ്മിനെ മൂപ്പര് ജീവിപ്പിക്കും. അതുകൊണ്ടാണ് യൽഹറു അല്ലേ, ആ പ്രകടമാകും എന്ന മഅനാക്ക് യഹ്യാനെ പറഞ്ഞത്. അത് അല്ല, ഫഇന്നഹു യഹ്യ എന്ന് പറഞ്ഞില്ലേ, അത് പ്രകടമാകും യഹ്യ ബിൻ അബ്ദുല്ലാന്റെ അടുക്കല്. ലിഅന്നഹു കരീമു യുഹ്യി ഇസ്മൽ കറമി, കറമെന്ന ഇസ്മിനെ മൂപ്പര് ഹയാത്താക്കും. അതുകൊണ്ടാണ് യഹ്യ, ഫഇന്നഹു യഹ്യ, കേട്ടോ, അത് പ്രകടമാകും എന്ന് പറഞ്ഞത്. പിന്നെ ഇനി വൈദം വീണ്ടും ലിൽ ജിനാസി, ജിനാസിനൊക്കെയുണ്ട്. ലിൽ ജിനാസി താമി, താമായ ജിനാസിനുണ്ട് തഖ്സീമുൻ ആഖിറു, മറ്റൊരു തഖ്സീം. അതേതാണിത്? അന്നഹു, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഇപ്പോ താമായ ജിനാസ് മുമാസിലുണ്ട്, പിന്നെ മുസ്തൗഫൻ എന്ന പേരുള്ളത്, മുസ്തൗഫയും ഉണ്ട്, മുസ്തൗഫ, കേട്ടോ. ഇനി താമായ ജിനാസ് രണ്ടെണ്ണം ആക്കിയപ്പോ ഇവിടെ നവ് ഒന്നായാൽ മുമാസില്, നവ് രണ്ടായാൽ മുസ്തൗഫൻ, മുസ്തൗഫ എന്നാ പേര്. ഇനി താമായ ജിനാസിനക്ക് മറ്റൊരു തഖ്സീമുണ്ട്. വഹുവ, അത് അന്നഹു ഇൻകാന അഹദു ലഫ്ലൈഹി, രണ്ട് ലഫ്ലിൽ ഒന്ന് മുറക്കബും വല്ലാഹുറു മുഫറദുമായ സുമ്മിഹ ജിനാസത്ത് തർക്കീബി, അതും താമായ ജിനാസിന്റെ ഒരു കിസ്മാണ്, ജിനാസു തർക്കീബ്.
ആ തെർക്കീബ് എന്ന പേര് കിട്ടാൻ കാരണം എന്താ? ഒരു ലഫ്ള് മുറക്കബായതുകൊണ്ടാണ്. വഹീനേക്ക് ആ സമയത്ത് ഏത് ഒന്ന് മുഫ്രദും ഒന്ന് മുറക്കബും ആകുന്ന സമയത്ത് ഫൈനിത്തഫക്ക അയ്യൽ ലഫുല്ലാനി ഫൈനിത്തഫക്കാ രണ്ട് ലഫുലും യോജിച്ചു, അയ്യൽ ലഫുല്ലാനി രണ്ട് ലഫുലും, അതായത് അൽ മുഫ്രദു വൽ മുറക്കബു ഫിൽ ഖത്തി എഴുത്തിൽ യോജിച്ചാൽ ഖുസ്സഹാദൻ നൗഉ ആ നൗഇനെ പ്രത്യേകമാക്കപ്പെടും ബി ജിനാസി തർക്കീബിൽ നിന്ന് ബിസ്മിൽ മുത്തശാബഹി മുത്തശാബഹ് എന്ന പേരുകൊണ്ട്. അതെന്താ? ലിത്തിഫാക്കിൽ ലഫ്ളൈനി ഫിൽ കിതാബത്തി കിതാബത്തിൽ രണ്ട് ലഫ്ളും വന്നു. സംഗതി താമായ ജിനാസാണ്. അതോടുകൂടെ തന്നെ അത് എന്തായി? ഒന്ന് മുറക്കബും ഒന്ന് മുഫ്രദുമായി. മുറക്കബും മുഫ്രദ് ആവലോടുകൂടെ തന്നെ എഴുത്തിൽ ഒരേപോലെയായി. അപ്പോ അതിൻ്റെ പേര് മുത്തശാബഹ്. തശാബുഹ് കുറച്ച് കൂടുതലുണ്ട് അതിൽ, അതുകൊണ്ടാണ്. ലിത്തിഫാക്കിൽ ലഫ്ളൈനി ഫിൽ കിതാബത്തി കിതാബത്തിൽ രണ്ട് ലഫ്ള് എന്തായി? യോജിച്ചതിന് വേണ്ടി. കൗലിഹി ഷാഇറിന്റെ കൗല് പോലെ എന്താണ്? ഇദാ മാലികുൻ ലം യകുൻ ദാഹിബ ഇദാ മലികുൻ ലം യകുൻ ദാഹിബ ഫദഉഹു ഫദൗലതുഹു ദാഹിബ. ഇദാ മലികുൻ ലം യകുൻ രാജാവ് ആയിട്ടില്ലെങ്കിൽ, ദാഹിബത്തിൻ ഔദാര്യം ഉടയവൻ ആയിട്ടില്ലെങ്കിൽ, അവൻ ഔദാര്യം ചെയ്യാത്തവനായാൽ, ഫദഉഹു അവനങ്ങോട്ട് വിട്ടേക്ക്, അവനെ അങ്ങോട്ട് ഒഴിവാക്കിക്കോ. ഫദൗലത്തുഹു അവൻ്റെ ഈ അധികാരമാകുന്നത് ദാഹിബത്തുൻ അത് പോകുന്ന വസ്തുവാണ്, അത് നീങ്ങിപ്പോകുന്നതാണ്. ഇവിടെ ദാഹിബത്ത് ആദ്യത്തത് ഒരു കലിമത്തും ഹിബത്ത് മറ്റൊരു കലിമത്തുമാണ്. കേട്ടോ? ഹിബത്ത് ഉടയവൻ അത് മുറക്കമാണ്. രണ്ടാമത് പറഞ്ഞ ദാഹിബത്ത് അത് മുഫ്രദുമാണ്. ദഹബ യദ്ഹബുന്റെ ഇസ്മു ഫായിലും മുഫ്രദ് മുഅന്നസാണ്. അതാണ് ഇതാ മലിക്കുൽ ലം യകുൻ ദാഹിബത്തിൻ രാജാവ് ഹിബത്തുടയ ആളല്ലെങ്കിൽ ഐ സാഹിബ ഹിബത്തിൻ വഅത്തായി ഫദഉഹു ഐ ഉത്റുഖുഹു അവനെ വിട്ടേക്ക്. ഫദൗലത്തുഹു ദാഹിബത്തുൻ അവൻ്റെ അധികാരം പോകുന്നതാണ്. ഐ ഗൈറു ബാക്കിയത്തിൽ അത് ബാക്കിയാകുന്നതല്ല. ഇല്ല ഇനി അങ്ങനെ അല്ലെങ്കിൽ എഴുത്തിലൊന്നല്ല, അല്ലേ? എഴുത്തിലൊന്നല്ല. എഴുത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ അയ്യോ ഇല്ലം യത്തഫിഖിൽ ലഫ്ളാനി അൽ മുഫ്രദു വൽ മുറക്കബു മുഫ്രദും മുറക്കബുമായ ലഫ്ള് ഇത്തിഫാക്കില്ലെങ്കിൽ ഫിൽ ഖത്തി എഴുത്തിൽ എന്താണ് വ്യത്യാസം? എന്താ പറഞ്ഞത്? എഴുത്തിൽ യോജിച്ചിട്ടില്ലെങ്കിൽ ഖുസ്സഹാദന്ന മിൻ ജിനാസി തർക്കീബി ജിനാസു തർക്കീബിൽ നിന്ന്. ഇതൊക്കെ താമായ ജിനാസ് തന്നെയാണ്. താമായ ജിനാസിനക്ക് ജിനാസു തർക്കീബ് എന്ന പേരുണ്ട്, ഒരു കിസ്മുണ്ട്. ആ ജിനാസു തർക്കീബിൽ തന്നെ മുത്തശാബഹ് മഫ്റൂഖ് രണ്ട് പേരുണ്ട്. ആ മഫ്റൂഖായി പറയുന്നത്. ഇല്ലം യത്തഫിഖിൽ ലഫ്ളാനി രണ്ട് ലഫ്ളും യോജിച്ചിട്ടില്ല അൽ മുഫ്രദു വൽ മുറക്കബു ഫിൽ ഖത്തി ഖത്തിൽ യോജിച്ചിട്ടില്ലെങ്കിൽ ഖുസ്സഹാദൻ നൗ മിൻ ജിനാസി തർക്കീബി ജിനാസു തർക്കീബിൽ നിന്നുള്ള ഈ നൗഇനക്ക് പേര് പറയപ്പെടും ഇസ്മുൽ മഫ്റൂഖ്. അപ്പോൾ ഇസ്മുൽ മഫ്റൂഖും മുത്തശാബഹും അത് ജിനാസു തർക്കീബിന്റെ രണ്ട് കിസ്മാണ്. ജിനാസു തർക്കീബ് ജിനാസുത്താമിന്റെ ഒരു കിസ്മുമാണ്. അപ്പൊ ജിനാസുത്താമിന്റെ ഒരു കിസ്മായ മൂന്നാമത്തെ കിസ്മായ ജിനാസു തർക്കീബ് രണ്ട് കിസ്മുണ്ട്. അപ്പൊ എഴുത്തിൽ ഒന്നല്ലെങ്കിൽ അതിനെ ഖാസാക്കപ്പെടും ബിസ്മിൽ മഫ്റൂഖ്. ഇഫ്തിറാഖിൽ ലഫ്ളൈനി രണ്ട് ലഫ്ളും
വേറിട്ടതിന് വേണ്ടി ഫി സൂറത്തിൽ കിതാബത്തിന്റെ സൂറത്തില് കൗലിഹി ഷാഇറിന്റെ കൗല് പോലെ എന്താണ് കുല്ലുക്കും ഖദ് അഖദൽ ജാമ വലാ ജാമലന മല്ലദീ ലർറ മുദീറൽ ജാമി ലൗ ജാമലന കുല്ലുക്കും ഖദ് അഖദൽ ജാമ വലാ ജാമലന മല്ലദീ ലർറ മുദീറൽ ജാമി ലൗ ജാമലന കുല്ലുക്കും നിങ്ങൾ എല്ലാവരും കത് അഖദൽ ജാമ കോപ്പയെ എടുത്തുകൊണ്ടുപോയി, എന്നാൽ വലാ ജാമലന നമുക്ക് കോപ്പ കിട്ടിയിട്ടില്ല. ല ജാമലന നമുക്ക് കോപ്പയില്ല, നമുക്ക് തന്നിട്ടില്ല, മുദീർ തന്നിട്ടില്ല. അപ്പോൾ ജാമലന അത് മുറക്കബാണ്. ലാന്റെ ഇസ്മാണ് ജാമലന ജാറ് മഞ്ഞൊരു ഖബറാണ്. അപ്പോൾ ഇസ്മിനാലും ഖബറിനാലും മുറക്കബാണ് ജാമലന എന്ന് പറഞ്ഞത്. മല്ലദീ ലർറ മുദീറൽ ജാമി കോപ്പയെ നിയന്ത്രിക്കുന്നവനെ ബുദ്ധിമുട്ടാക്കിയ കാര്യം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അവനെ ഒരു കാര്യം ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. ലോ ജാമലന നമ്മളോട് അവൻ ഭംഗിയായി പെരുമാറിയിരുന്നെങ്കിൽ. അപ്പോൾ നമ്മളോട് ഭംഗിയായിട്ട് പെരുമാറാത്തത് കൊണ്ടാണ് നമുക്ക് കോപ്പ കിട്ടാതിരുന്നത്. ഇവിടെ ലൗ ജാമലന അവ രണ്ടും എന്താണ്? തലഫുദിൽ ഒന്നാണ്. ജാമലന ജാമലന. ഇവിടെ ആദ്യം മുതൽ പറഞ്ഞാൽ അർഫുകളുടെ നൗഇൽ ഒത്തിട്ടുണ്ട്, പിന്നെ അതതിൽ ഒത്തിട്ടുണ്ട്, ഹൈഅത്തിൽ ഒത്തിട്ടുണ്ട്, തെർത്തീബിലൊക്കെ ഒത്തിട്ടുണ്ട്. പിന്നെ ജാമ ലന അത് രണ്ടും അത് മുറക്കബാണല്ലോ. ഒന്ന് ഇസ്മാണ് ലന, അതിലെന്തുണ്ട്? ഒരു അറഫുണ്ട്, പിന്നെ ഒരു ദമീറുണ്ട്. മറ്റോടത്ത് ലൗ ജാമലന അവിടെ ഫീലും അതിൻ്റെ മഫൂലും ഉണ്ട്. അപ്പോൾ ഈ ലാ ജാമലന എന്ന് പറഞ്ഞോടത്ത് ജാമലന മുറക്കബാണ്. രണ്ടാമത്തത് ജാമലന എന്ന് പറഞ്ഞ ജാമലന അതെങ്ങനെ മുഫ്രദായി? അത് യഥാർത്ഥത്തിൽ മുറക്കബാണ്. പക്ഷേ ഈ ഫീലിനോട് ചേർന്ന് നിൽക്കുന്ന ലമീറിനെ അവരെന്തായി? ഒരു കലിമത്തിന്റെ ജുസ്ഇന്റെ സ്ഥാനത്താണ് എണ്ണിയത്. അതുകൊണ്ട് ജാമലന എന്ന് പറഞ്ഞത് മുഫ്രദിന്റെ സ്ഥാനത്ത്. ചേർന്ന് നിൽക്കുന്ന മുത്തസില ലമീറുകളൊക്കെ അധികവും എന്താണ് ചെയ്യല്? കലിമത്തിന്റെ ജുസ് പോലെയാണ് എണ്ണാറുള്ളത്. ആ നിലക്കാണത് മുഫ്രദ് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ രണ്ടും മുറക്കബ് തന്നെയാണ്. പിന്നെ ആമലനാബിൽ ജമീലി നല്ല നിലക്ക് നമ്മളോട് പെരുമാറിയിരുന്നെങ്കിൽ അവനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അവനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നല്ലത് എന്തൊന്നാണ് ലർറ മുദീറൽ ജാമി കോപ്പയെ നിയന്ത്രിക്കുന്നവനെ ബുദ്ധിമുട്ടാക്കിയത് എന്താണ്? ഒന്നും ഇല്ല. ലോ ജാമലന നമ്മളോടവൻ നല്ല നിലയിൽ പെരുമാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഐ ആമലനാവിൽ ജമീലി ഹാദാ ഈ പറഞ്ഞത്. ഇപ്പോ എഴുത്തിൽ യോജിച്ചിട്ടില്ലെങ്കിൽ മഫ്റൂഖ് എന്ന പേരുകൊണ്ട് ഖാസാക്കപ്പെടും എന്ന് പറഞ്ഞല്ലോ. അത് എഴുത്തിൽ മുറക്കബും മുഫ്രദും എഴുത്തിൽ യോജിച്ചിട്ടില്ല മഫ്റൂഖ് എന്ന പേര് പറയും എന്ന് പറഞ്ഞത് ഇദാലം യകുനിൽ ലഫ്ളുൽ മുറക്കബു ആ മുറക്കബായ ലഫ്ള് ആയിട്ടില്ലെങ്കിലാണ് മുറക്കബൻ മിൻ കലിമത്തിൻ വബഅലി കലിമത്തിൻ ഒരു കലിമത്തിനാലും മറ്റൊരു കലിമത്തിന്റെ ബഅലിനാലും മുറക്കബായിട്ടില്ലെങ്കിലാ. അതാകാതിരിക്കൽ എങ്ങനെ? രണ്ട് കലിമത്തിനാൽ മുറക്കബാവര്. അപ്പോൾ രണ്ട് കലിമത്തിനാൽ മുറക്കബായിട്ടില്ലെങ്കിൽ രണ്ട് കലിമത്തിനാൽ മുറക്കബ് ആകുമ്പോഴാണ് രണ്ട് കലിമത്തിനാൽ കാമിലായ രണ്ട് കലിമത്തിനാൽ മുറക്കബ് ആകുമ്പോഴാണ് ഈ എഴുത്തിൽ യോജിക്കാത്തത്, എഴുത്തിൽ ഒന്നാകാത്തത് മഫ്റൂഖ് എന്ന പേര്. ഇനി
വഹാദ ഇത് ഈ മുറക്കബ് മഫറൂഖ് എന്ന പേര്. മഫറൂഖ് എന്ന പേര് പറഞ്ഞപ്പോഴാ ഒന്ന് മുഫറദ് ഒന്ന് മുറക്കബായി. അതോടുകൂടി തന്നെ എഴുത്തിൽ യോജിച്ചിട്ടില്ല. എഴുത്തിലെന്തില്ല? ഇത്തിഫാക്കില്ല. ജാമലന ജാമലന അവിടെ എഴുത്തിൽ ഇത്തിഫാക്കില്ലല്ലോ. അത് ജാമ ലനാന വേറിട്ട് ജാമയുമായി ബന്ധമില്ലാതെയാണ് ലാ ജാമലന. മറ്റു ലൗ ജാമലന എഴുത്തിൽ ഒന്നായിട്ടാണ്. അങ്ങനെയുള്ളതിന് മഫറൂഖ് എന്ന പേര് പറയൂ എന്ന് പറഞ്ഞത് ഈ മുറക്കബായ ലഫ്ള് ആയിട്ടില്ലെങ്കിലാണ് മുറക്കബം മിൻ കലിമത്തിൻ വബഅദി കലിമത്തിൻ. ഒരു കലിമത്തിനാലും മറ്റൊരു കലിമത്തിന്റെ ബഅദിനാലും മുറക്കബായിട്ടില്ലെങ്കിലാ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കലിമത്തും ബഅദുൽ കലിമത്തിനാലുമാണ് മുറക്കബെങ്കിലോ ഖുസ്സ ബിസ്മിൽ മർഫൂഇ മർഫൂ എന്ന പേരുകൊണ്ട് പേര് പറയപ്പെടും. മർഫൂ കൗലിക അഹാദാ മുസാബിൻ അം തഅമുസാബിൻ തഅമുസാബിൻ അസർ നബിഹി എന്ന് പറഞ്ഞ മാതിരിയാവുന്നത്. ഫവസത്ന ബിഹി ഫഅസർന ബിഹി എന്നിട്ട് അസർ നബിഹി ഫവസത്ത് നബിഹി എന്ന് പറയില്ല ചില ആൾക്കാർ ഓതുമ്പോ. ഫഅസർന ബിഹി നഖ്അൻ ഫവസത്ന ബിഹി ജംഅൻ എന്ന് പറയുന്നത് ചില ആൾക്കാർ ഇങ്ങനെ ഓതല് അസർ നബിഹി ഫവസത്ത് നബിഹി അങ്ങനെ ചില ആൾക്കാർ ഓതന കാണാം. അപ്പോ അഹാദാ മുസാബുൻ അം തഅമുസാബിൻ. അപ്പൊ ഒന്ന് മുസാബ് അത് മുഫറദ, മറ്റത് തഅമുസാബ് അത് മുറക്കബാണ്. അപ്പൊ തഅമുസാബ് 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 രണ്ടാമത്തെ മുസാബ് ഉണ്ടല്ലോ, സാബെന്ന കലിമത്തും മറ്റൊരു കലിമത്തിന്റെ ആഖിറ് ഹർഫുമാണ്. അതിന് മർഫൂ എന്ന പേരാ. അഹാദ ഇതാണ് മുസാബുൻ ചക്കരക്കരിമ്പാണോ അം തഅമുസാബിൻ അതോ കയ്പ് നീരിന്റെ രുചിയാണോ. ഇതെങ്ങനെ തഅമുസാബ് മുറക്കബായത് ഒരു കലിമത്തിന്റെയും മറ്റൊരു കലിമത്തിന്റെ ബഅദിനാലും മുറക്കബാണ്. വഇൻ ഇഖ്തലഫ ഇനി ആ രണ്ട് ലഫ്ള് ഇഖ്തിലാഫായാൽ അത്ഫുൻ അലാ ഖൗലിഹി വത്താമു മിന്നു അൻ യത്തഫിഖ. വത്താമു മിന്നു അൻ യത്തഫിഖ എന്നതിന്റെ മേൽ അത്ഫാണ്. നമ്മുടെ വിഷയം എന്താണ്? വഅമ്മൽ ദർബുൽ ലഫ്ളിയു അൽ ജിനാസു ബൈനൽ ലഫ്ളൈനീന. കലാമിനെ ഭംഗിയാക്കുന്ന വജ്ഹുകളിൽ നിന്ന് ലഫ്ളിയായ ഇനം അൽ ജിനാസു ബൈനൽ ലഫ്ളൈനി എന്ന് പറഞ്ഞു. രണ്ട് ലഫ്ളിന്റെ ഇടയിൽ യോജിക്കൽ. വഹുവ തശാബുഹുമാ ഫിൽ ലഫ്ളി. രണ്ട് പദങ്ങൾ എന്താണ് ഉച്ചാരണത്തിൽ തുല്യമാവല് എന്നാ പറഞ്ഞത്. വത്താമ് മിന്നു അയ്യത്തഫിക്ക അതിൽ നിന്നുള്ള താമ് രണ്ട് ലഫ്ള് യോജിക്കലാണ് അർഫുകളുടെ ഇനങ്ങളിൽ, അതുപോലെ തന്നെ അർഫുകളുടെ എണ്ണത്തിൽ, അതിൻ്റെ ഹൈഅത്തിൽ, അതിൻ്റെ തെർത്തീബിൽ. ഇതാണ് താമായ ജിനാസ്. അതിൻ്റെ പുറമെ രണ്ട് ലഫ്ള് കലിമത്തിൻ്റെ നൗഇൽ യോജിച്ചാൽ രണ്ടും ഇസ്മായി വന്നു, എന്നാൽ മുമാസിൽ എന്ന് അതിന് പേരുണ്ട്. അപ്പോൾ താമായ ജിനാസ് മുമാസിലുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇനി എന്തായിട്ടുണ്ട്? രണ്ട് നൗഇൽപ്പെട്ടതായാൽ മുസ്തൗഫ എന്ന് പേര് പറയൂ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് താമായ ജിനാസിലേക്ക് മറ്റൊരു തഖ്സീമുണ്ട്. രണ്ട് ലഫ്ളിൽ നിന്നൊന്ന് മുറക്കബാവുക, മറ്റൊന്ന് മുഫറദാവുക. അവിടെ മുഫറദും മുറക്കബും എഴുത്തിൽ യോജിച്ചാൽ അതിന് മുത്തശാബിഹ് എന്ന് പേര് പറയൂ എന്ന് പറഞ്ഞു. എഴുത്തിൽ യോജിച്ചിട്ടില്ലെങ്കിലോ മഫ്റൂഖ് എന്ന് പേര് പറയും. എപ്പോൾ? രണ്ടും പൂർണ്ണമായ രണ്ട് കലിമത്തിൽപ്പെട്ടതാ. ആ മുറക്കബ് രണ്ട് പൂർണ്ണമായ രണ്ട് കലിമത്തിൽപ്പെട്ടതാണെങ്കിൽ
മുറക്കബ് ഒരു കലിമത്തിൽ നിന്നും മറ്റൊരു കലിമത്തിന്റെ ബഅലിൽ നിന്നുമായാൽ മർഫൂവ് എന്ന് പേര് പറയും എന്നാണ് ഇതുവരെയും പറഞ്ഞത്. ഇനി വഇൻ ഇഖ്തലഫ, രണ്ട് ലഫ്ള് ഇഖ്തിലാഫായാൽ അത്ഫുൻ അലാ ഖൗലിഹി വത്താമു മിന്നു അൻ യത്തഫിഖ. വത്താമു മിന്നു അൻ യത്തഫിഖ എന്നതിന്റെ മേൽ അത്ഫാണ്. അപ്പോൾ ഇത് വത്താമു മിന്നു അൻ യത്തഫിഖ എന്നുള്ളത് ഇസ്മിയ ജുംലയാണ്. വഇൻ ഇഖ്തലഫ എന്ന് പറഞ്ഞതോ ശർത്തിയായ ഫീലിയായ ജുംലയുമാണ്. അപ്പോൾ ശർത്തിയായ ഫീലിയായ ജുംലയാണ് വഇൻ ഇഖ്തലഫ. അതിന്റെ ജവാബോടുകൂടെ, ജവാബ് വരുന്നേ ഉള്ളൂ. അത് രണ്ടും ഇഖ്തിലാഫായാൽ, ഹർഫുകളുടെ ഹൈഅത്തിൽ ഇഖ്തിലാഫായാൽ, ഹർഫുകളുടെ ഹൈഅത്തിൽ മാത്രം, അപ്പോൾ മുഹറഫ് എന്ന് പേര് പറയും. അങ്ങനെ ഓരോന്നിലും ഓരോ പേരുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വൈനിഖ്തലഫ എന്ന് പറഞ്ഞത് ഒരു ഷർത്തിയായ ഫീലിയ ജുംലയാണ്. അതിന് ഇസ്മിയ ജുംലിന്റെ മേൽ അത്ഫ് ചെയ്തു. അത് കാരണം എന്തുകൊണ്ടാണ്? ഈ ഇസ്മിയ ജുംല ഒരു ഷർത്തിയായ ഫീലിയ ജുംലന്റെ തഅ്വീലിലാണ്. അതായത് വത്താമു മിന്നു അൻ യത്തഫിഖ എന്ന് പറഞ്ഞാൽ അത് ഏതിന്റെ തഅ്വീലിലാണ്? ഇനിത്തഫക്കൽ ലഫ്ളാനി ഫീ ജമീഇൽ ഔജുഹി സാബിക്കത്തി. സാബിക്കായ 4 വജ്ഹുകൾ പറഞ്ഞല്ലോ. ഇത് ഹർഫുകളുടെ നൗകളിൽ യോജിക്കുക, അതിൻ്റെ അഅ്ദാദിൽ യോജിക്കുക, ഐഹാത്തിൽ യോജിക്കുക, തർത്തീബിൽ യോജിക്കുക. ആ സാബിക്കായ വജ്ഹുകളിൽ യോജിച്ചാൽ ഫഹുവത്താമു, അത് താമാണ്. അപ്പോൾ വത്താമു മിന്നു അൻ യത്തഫിഖ എന്നുള്ളത് ഒരു ഷർത്തിയായ ഫീലിയ ജുംലന്റെ തഅ്വീലിലാണ്. അതുകൊണ്ട് അത് ഇതിന് അങ്ങോട്ട് അത്ഫ് ചെയ്യൽ പറ്റി. ഔ അലാ മഹദൂഫിൻ, അല്ലെങ്കിൽ വഇൻ ഇഖ്തലഫ എന്നുള്ളൊരു മഹദൂഫിന്റെ മേൽ അത്ഫാക്കാം. ഐ ഹാദാ ഇൻ ഇത്തഫഖ ഫീമാ ദുക്കിറ. ഹാദാ ഈ ജിനാസ് ഇൻ ഇത്തഫഖ രണ്ട് ലഫ്ള് യോജിച്ചാൽ ഫീമാ ദുക്കിറ, ഈ പറയപ്പെട്ട കാര്യത്തിൽ യോജിച്ചാൽ അതിൻ്റെ പേര് എന്ത് എന്ന് പറയും? അത് താമാണ്. അത് താമാണ്. ആ താമിന്റെ മുമാസിലുണ്ട്, മുസ്തൗഫൻ ഉണ്ട്, പിന്നെ ഏതുണ്ട്? ജിനാസു തർക്കീബ് ഉണ്ട്. ജിനാസു തർക്കീബ് തന്നെ മുത്തശാബിഹ് എന്ന പേരുള്ളതുണ്ട്, മഫ്റൂഖ് എന്ന പേരുള്ളതുണ്ട്, മർഫൂ എന്ന പേരുള്ളതുണ്ട്. അപ്പോൾ ആദായി ജിനാസ് ഇനി ഇത്തഫഖ ഫീമാ ദുക്കിറ, മാദുക്കിറയിൽ യോജിച്ചാൽ അതാണ് മഹദൂഫ്. വഇൻ ഇഖ്തലഫ, ആ രണ്ട് ലഫ്ള് വ്യത്യാസമായാൽ അൽ മുത്തജാനിസൈനി, ആ മുത്തജാനിസായ രണ്ട് ലഫ്ള് ഇഖ്തിലാഫായാൽ എന്നർത്ഥം വരും. അപ്പോൾ ഒരു മഹദൂഫിന്റെ മേൽ അത്ഫ് ആക്കാം. എന്തായാലും ആവട്ടെ. അപ്പോൾ രണ്ട് ലഫ്ള് ഇഖ്തിലാഫായാൽ ഫി ഹൈഅത്തിൽ ഹുറൂഫി, ഹർഫുകളുടെ ഹൈഅത്തിലാണ് ഇഖ്തിലാഫ്. ഇത് ഫഖത്ത്, അതിൽ മാത്രം. അതിൽ മാത്രം എന്ന് പറയുമ്പോൾ ഇത്തഫഖ ഫി നൗഇ വല്ലദ്ദി വത്തർകീബി, നൗഇലും മതദിലും തർക്കീബിലും അത് യോജിക്കട്ടെ. യോജിച്ചിട്ടുണ്ട്. ഏതിൽ മാത്രമേ ഇഖ്തിലാഫുള്ളൂ? ഹൈആത്തിൽ മാത്രമേ ഇഖ്തിലാഫുള്ളൂ. അതേ സമയത്ത് നൗഇ രണ്ടും ഒരു നൗ ആണ്, അർഫുകളൊക്കെ ഒരേ നൗ ആണ്. അതുപോലെ തന്നെ അതതും കറക്റ്റാണ് രണ്ടിലും. പിന്നെ തെർത്തീബിലും എന്താണ്? യോജിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇത്തഫഖ ഫി നൗഇ വൽ അദദി, പിന്നെ തെർത്തീബി എന്നാ വേണ്ടത്. ഈ കിതാബിൽ തെർക്കീബിന്നാണ്, തെറ്റാണത്. തെർത്തീബിൽ യോജിച്ചിട്ടുണ്ട്. എന്നാൽ സുന്നിയ തജ്നീസു, ഈ തജ്നീസിന് പേര് പറയപ്പെടും മുഹറഫ് എന്ന് പേര് പറയപ്പെടും. അതിന്റെ പേര് മുഹറഫ് എന്നാ. അത് ലിൻഹിറാഫി അഹദിൽ
ഹൈഅത്തൈനി, രണ്ട് ഹൈഅത്തിൽ നിന്ന് ഒന്ന് മാറിപ്പോയതിനു വേണ്ടി അനിൽ ഹൈഅത്തിൽ ഉഖ്റ. അങ്ങനെയല്ലത്, മറ്റ് ഹൈഅത്തിനെ തൊട്ട് വ്യത്യാസപ്പെട്ടതിന് വേണ്ടി. ഒന്നിൻ്റെ ഹൈഅത്തല്ല മറ്റേതിൻ്റെ ഹൈഅത്ത്. ഹൈഅത്ത് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമുള്ളത് കൊണ്ടാണ് മുഹറഫ് എന്ന് പേര് പറഞ്ഞത്. ഇനി വലിയ ഇഖ്തിലാഫ്, ഈ ഇഖ്തിലാഫ് ഖദ് യകൂനു ബിൽ ഹറക്കത്തി, ചിലപ്പോൾ ഹറക്കത്ത് കൊണ്ടുണ്ടാവും ഈ ഇഖ്തിലാഫേ. കൗലിഹിം, അവരുടെ കൗല് പോലെ, ജുബ്ബത്തുൽ ബുറുദി ജുന്നത്തുൽ ബറുദി, രോമത്തിനാലുള്ള ഒരു നീളം കുപ്പായം തണുപ്പിനുള്ള ഒരു പരിചയാണ്, ഒരു മറയാണ്. അവിടെ എന്താണ് ബുറുദ് ബറുദ്, ഹർക്കത്തുകൊണ്ടാണ് വ്യത്യാസം ഉണ്ടായത്. ഒന്ന് ബുറുദാണ്, ഒന്ന് ബറുദാണ്. യഇനി ലഫ്ലൈ ബുറുദിൻ വ ബറുദിൻ ബിൽ ലമ്മി വൽ ഫത്ഹി. ബുറുദ് ബറുദ് എന്ന ലഫ്ലിനെയാണ് ഉദ്ദേശിക്കുന്നത്, ലമ്മ കൊണ്ടും ഫത്ഹ് കൊണ്ടും. അപ്പോൾ ഒന്നിൻ്റെ ഹർക്കത്തല്ലല്ലോ മറ്റേ, ഒന്നിന് സുക്കൂനാണ്, ഒന്നിന് ഫത്ഹാണ്. അല്ല, ഒന്നിന് ലമ്മാണ്. ബിൽ ലമ്മി എന്നാണല്ലോ ബുറുദ്, ബാഇന് ലമ്മാണ്, വൽ ഫത്ഹി ബറുദ്. അപ്പം എന്തായി, ഹർക്കത്ത് കൊണ്ട് വ്യത്യാസം ഉണ്ടായി. സുക്കൂൻ കൊണ്ടല്ല കേട്ടോ, ഹർക്കത്ത് കൊണ്ട്. ഈ ഹർക്കത്തിൽ നിന്നല്ല പറഞ്ഞത്, ബുറുദ് ബറുദ്. വ നഹ്വുഹു, ഈ ബുറുദ് ബറുദ് പോലെയാണ് ഫി അന്നൽ ഇഖ്തിലാഫ് ബിൽ ഹൈഅത്തി ഫഖത്ത്, ഇഖ്തിലാഫ് ഹൈഅത്തിൽ മാത്രമാണ് എന്ന വിഷയത്തിൽ. കൗലുഹും, അവരുടെ കൗല്, അൽ ജാഹിലു ഇമ്മാ മുഫ്രിത്തുൻ ഔ മുഫരിത്തുൻ, ജാഹിലായാൽ ഒന്നുകിൽ മുഫ്രിത്താണ്, പരിധി വിട്ട് കിടക്കുന്നവനാണ്, ഔ മുഫരിത്തുൻ, അല്ലെങ്കിൽ വീഴ്ച കാണിക്കുന്നവനാണ്. ഇവിടെ എന്താണ്, ഹറക്കത്തിലാണ് ഇഖ്തിലാഫ് ഉള്ളത്. ഒന്ന് ഫാഇന് സുക്കൂന്, ഒന്ന് ഫാഇന് ഫത്താണ്. ഒന്ന് അഫറത്ത യുഫരിത്തുവിൻ്റെ ഇസ്മു ഫായിലാണ്, ഒന്ന് ഫറത്ത യുഫരിത്തുവിൻ്റെ ഇസ്മു ഫായിലാണ്. അപ്പം പിന്നെ അത് പോലെയാണെന്ന് പറയാൻ കാരണം, മുഫരിത്തിൽ റാഹു മുഹഫഫാണ്, മുഫരിത്തിലെ റാഹു മുസദ്ദദാണ്. അതാണ് അതുപോലെയാണെന്ന് പറയാൻ കാരണം ഈ അന്നൽ ഹർഫൽ മുസദ്ദദ, ഈ മുസദ്ദദായ ഹർഫ് മുഫരിത്തിൽ ലമ്മാക്കാന യർതഫിഉൽ ലിസാനു അൻഹുമാ, നാവിൻ്റെ ഉയർച്ചയായപ്പോൾ അൻഹുമാ, ഈ മുസദ്ദദ് ശദ്ദിൽ രണ്ടർഫുണ്ടാവും. അത് രണ്ടിനെ തൊട്ടും നാവിൻ്റെ ഉയർച്ച ദഫ്അത്തൻ വാഹിദത്തൻ, ഒറ്റ പ്രാവശ്യമായപ്പോൾ, ദഫ്അത്തൻ വാഹിദത്തൻ. ലഅന്ന അർഫൽ മുസദ്ദദ ലമ്മാ കാന യർതഫിഉൽ ലിസാനു, കേട്ടോ, ലമ്മാ കാന യർതഫിഉൽ ലിസാനു അന്നുമാ, അഫ്ഹമ തസ്നിയത്തുൽ ലമീരി, അന്നുമാ എന്ന് പറഞ്ഞ ലമീറിനെ തസ്നിയാക്കിയത് ഫായിദപ്പിച്ചു. അന്ന ഹുനാക ഹദ്ഫൻ വത്തഖ്ദീറു ലിഅന്നൽ ഹർഫൽ മുസദ്ദദ വഇൻ കാന ബിഹർഫൈനി, അങ്ങനെ വെക്കണം. അങ്ങനെ ഒരു ഹദ്ഫ് ഉണ്ട് അവിടെ. അല്ലാതെ അന്നുമന്റെ മർജി എങ്ങോട്ട് വെക്കും? ശ്രദ്ധാക്കപ്പെട്ട ഹർഫ് വഇൻ കാന, ആ മുസദ്ദദായ ഹർഫ് ആണെങ്കിലും, ബി ഹർഫൈനി, രണ്ട് ഹർഫിന്റെ അവസ്ഥയിലാണെങ്കിലും, ആണെങ്കിലും ലമ്മായക്കാന യർതഫിഉൽ ലിസാനു അൻഹുമാ, രണ്ട് ഹർഫിനെ തൊട്ട് ലിസാൻ ഉയരലായപ്പോൾ, ഒറ്റ പ്രാവശ്യമായപ്പോൾ, നാവിൻ്റെ ഉയർച്ച രണ്ടിനും കൂടി ഒരു പ്രാവശ്യം ഉയർന്നാൽ മതി. ഹർഫിൻ വാഹിദിൻ, ഒരു ഹർഫ് പോലെ. അപ്പോൾ ലമ്മാക്കാന യർതഫിഉൽ ലിസാനു ലിഅന്നൽ ഹർഫൽ മുസദ്ദദ, തീർച്ചയായിട്ടും മുസദ്ദദായ ഹർഫ്, അത് മുസദ്ദദായ ഹർഫ് രണ്ട് ഹർഫിൻ്റെ സ്ഥാനത്താണല്ലോ.
അപ്പോൾ അന്നൽ അർഫൽ മുസദ്ദദ് ലമ്മാക്കാന ഇർതഫുൽ ലിസാനു അന്നുമ, ആ രണ്ടിനെ തൊട്ടും നാവിൻ്റെ ഉയർച്ച ആയപ്പോൾ ദഫ്അത്തൻ വാഹിദത്തൻ ഒറ്റ പ്രാവശ്യമായപ്പോൾ ഏതുപോലെ കാർഫിൻ വായു ഒരു അർഫ് പോലെ, ഒരർഫിന് ഒരു പ്രാവശ്യം ഉയർന്നാൽ മതിയല്ലോ. ഉദ്ദ അർഫൻ വാഹിദൻ, ആ മുസദ്ദദായ ഹർഫിനെ എണ്ണപ്പെട്ടു അർഫൻ വാഹിദൻ ഒരർഫായിട്ട്. അപ്പോൾ ഉദ്ദന്റെ ദമീർ മടങ്ങുന്നതിൽ അന്നൽ അർഫൽ മുസദ്ദദാണ്. അൻഹുമന്റെ ദമീർ മടങ്ങുന്നത് മഹദൂഫിലേക്കാണ്. അപ്പോൾ ഒരർഫായിട്ട് ആക്കപ്പെട്ടു. വജുഇല തജ്നീസു, ഈ മുഫ്രിത്ത് മുഫദ്ദിത്തിലെ തജ്നീസിനാക്കപ്പെട്ടു. ഇമ്മ ഒന്നിൽപ്പെട്ടതാക്കി, ലഖ്തിലാഫ ഫി, അതിൽ ഇഖ്തിലാഫില്ല, ഇല്ലാ ഫിൽ ഹയ്യത്തി ഫഖത്ത്, ഹയ്യത്തിൽ മാത്രമല്ലാതെ ഇഖ്തിലാഫില്ല. അങ്ങനത്തെ ഒന്നിൽ തജ്നീസിനാക്കപ്പെട്ടു. വലുതായി കാരണം കൊണ്ട് തന്നെ കാല മുസന്നിഫ് പറഞ്ഞു അൽ ഹർഫുൽ മുസദ്ദദു, കേട്ടോ, ശബ്ദാക്കപ്പെട്ട ഹർഫ് ഫി ഹാദൽ ബാബി, ഈ തെജ്നീസിന്റെ ബാബിൽ, എല്ലായിടത്തും അല്ല, തെജ്നീസിന്റെ ബാബിൽ ശബ്ദാക്കപ്പെട്ട ഹർഫ്. ചിലയിടങ്ങളിൽ മുസദ്ദദ ഹർഫിനെ രണ്ടർഫായിട്ടെണ്ണും. ഫാത്തിഹാന്റെ അർഫുകളൊക്കെ എണ്ണുന്നോടത്ത് മുസദ്ദദിനൊക്കെ രണ്ടർഫായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. ശബ്ദാക്കപ്പെട്ട അർഫ് ഈ ബാബിൽ, തജ്നീസിന്റെ ബാബിൽ ഫി ഹുക്മിൽ മുഖഫഫി, മുഖഫഫിന്റെ ഹുക്കുമിലാണ്. വഖ്തിലാഫുൽ ഹയ്യത്തി, ഹയ്യത്തിന്റെ വ്യത്യാസം ഫി മുഫ്രിത്ത് മുഫദ്ദിത്തിൽ ബിഇത്തിബാരി അന്നൽ ഫാഅ മിൻ അഹദിഹിമാ സാക്കിനാണ് വമിനൽ ആഖിരി മഫ്തൂഹാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. അത് മറ്റൊരു ബുറുദ് ബർദ് എന്ന് പറഞ്ഞാൽ വെറും ഹർക്കത്ത് കൊണ്ടാണ് ഇഖ്തിലാഫ്. ഇവിടെ ഹർക്കത്ത് കൊണ്ട് മാത്രമല്ല, ഒന്നിൽ എന്താണ് സുക്കൂനാണ്, ഒന്നിൽ ഹർക്കത്താണ്. കൗലിഹിം, അവരുടെ കൗല് പോലെ. പിന്നെ അല്ല, വഖദ് അന്നൽ ഫാഅ മിൻ അഹദിഹിമാ സാക്കിനു വമിനൽ ആഖിരി മഫ്തൂഹൻ വഖദ് യകൂനുൽ ഇഖ്തിലാഫു ബിൽ ഹർക്കത്തി വസുക്കൂനി ജമീഅൻ, ഹർക്കത്തും സുക്കൂനും രണ്ടും കൊണ്ടും ഉണ്ടാവും. കൗലിഹിം അൽ ബിദ്അത്തു ശറക്കു ശിർക്കി, ബിദ്അത്ത് ശിർക്കിന്റെ കെണിവലയാണ്. അപ്പൊ ഷറക്ക് ഷിർക്ക് രണ്ടിലുണ്ടായി. ഷറക്ക് അവിടെ ഷീനും റാനും പത്താണ്, ഷിർക്ക് പിന്നെ കസുറുമാണ്, പിന്നെ സുക്കൂനാണ് രണ്ടാമത്തേത്. ഫൈന ഷീന മിനൽ അവ്വലി മഫ്തൂഹാണ്, ഒമിന സാനി മക്സൂറു, ഒമിന സാനി രണ്ടാമത്തേൽ. ഫൈന ഷീന മിനൽ അവ്വലി മഫ്തൂഹൻ, അവലിലുള്ള ഷീന് ഫത്താഹപ്പെട്ടാണ്, സാനിയിൽ മക്സൂറാണ്. വറാ മിനൽ അവലി മഫ്തൂഹാണ്, മിന സാനി സാക്കിനാണ്. വൈനിഖ്തലഫായ ലഫ്ളുൽ മുത്തജാനിസൈനി, മുത്തജാനിസൈനിയായ രണ്ട് ലഫ്ള് ഇഖ്തിലാഫായി ഫി അഅദാദിഹ, അല്ലേ, ഫി അഅദാദിഹ, അർഫുകളുടെ എണ്ണത്തിൽ. ഐ അഅദാദുൽ ഹുറൂഫി, അർഫുകളുടെ എണ്ണത്തിൽ. ബിഅയ്യകൂന ഫി അഹദിൽ ലഫ്ളൈനി, രണ്ട് ലഫ്ളിൽ നിന്ന് ഒന്നിലുണ്ടാവുക അർഫുൻ സായിദുൻ, സായിദയായ അർഫുണ്ടാവുക. അർഫുൻ സായിദുൻ അവ അക്സറു, സായിദയായ ഒരു അർഫ് അല്ലെങ്കിൽ ഒന്നിനേക്കാൾ അധികരിച്ചതോ. ഇതാ സക്കത്ത, സായിദ് അങ്ങോട്ട് പോയാൽ അസലൽ ജിനാസു മുത്താമായ ജിനാസ് ഉണ്ടാവും. അങ്ങനെ അഇദാദിലാണ് ഇഖ്തിലാഫെങ്കിൽ സുമ്മിയൽ ജിനാസു നാക്കിസൻ, ആ ജിനാസിനക്ക് നാക്കിസ് എന്ന് പറയപ്പെടുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, ഹയ്യത്തിൽ ഇഖ്തിലാഫ് ഉണ്ടെങ്കിൽ എന്ത് പേര് പറയൂ എന്നാ പറഞ്ഞത്, മുഹറഫ് അല്ലേ. ഇനി ഇഖ്തിലാഫ് ഉണ്ടായത് എണ്ണത്തിലാണെങ്കിൽ അതിൻ്റെ പേര് നാക്കിസ്. ലിനുക്സാനി അഹദിൽ ലഫ്ളൈനി അലിൽ ആഖിരി, രണ്ട് ലഫ്ളിൽ നിന്ന് ഒന്ന് മറ്റതിനെ തൊട്ട് കുറഞ്ഞതിന് വേണ്ടി.
വദാലിക്കൽ ഇഖ്തിലാഫു ഇമ്മാ ബി ഹർഫിൻ വാഹിദിൻ, ഒരു ഹർഫ് കൊണ്ടാകും. മിസ്ലു വൽതഫത്തി സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമൈദിനിൽ മസാഖ്. ഒന്നിൽ മസാക്കാണ് മീം അധികമുണ്ട്, ആ മീമിനാണ് കളഞ്ഞാലോ സാക്ക് സാക്ക് എന്നാവും. അപ്പോൾ താമായ ജിനാസിൽപ്പെടും. സിയാദത്തിൽ മീമി ഔഫിൽ വസ്തി, അല്ലെങ്കിൽ സെൻട്രലായിരിക്കും എന്ത് ആ ഇഖ്തിലാഫ്. നെഹ്വു ജദ്ദി ജഹ്ദി കേട്ടോ, അവിടെ ജദ് ജഹ്ദ് ബിസിയാദത്തിൽ ഹായി, ഹായിനെ ജാസ്തിയാക്കലുണ്ട്. വഖദ് സബക്ക സാബിക്ക മുൻകടന്നിട്ടുണ്ട് അന്നൽ മുസദ്ദദ ഫീ ഹുക്മിൽ മുഖഫഫീന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ ജദ്ദിലെ ദാലിന്റെ ഷെദ് കൂട്ടണ്ട. അപ്പൊ ജദി എന്ന് പറഞ്ഞ സ്ഥാനത്താണ് ജദ്ദി, അവിടെ ഒരു ഹാ അധികമുണ്ട് രണ്ടാമത്തേത്. പിന്നെ ഔഫിൽ ആഖിരി, അല്ലെങ്കിൽ അവസാനത്തിലായിരിക്കും. നെഹ്വു കൗലിഹി, ഷാഇറിന്റെ കൗല് പോലെ അല്ലേ. എന്താണ്? യമുദ്ദൂന മിൻ നൈദിൻ അവാസിൻ നവാസിമി. അടുത്തത് തസൂലു ബി അസിയാഫിൻ കവാലിൻ കവാലിബി. അവിടെ കട്ടഞ്ച്